ഓർമ്മിപ്പിച്ചത്. പടച്ച തമ്പുരാൻ പുണ്യനബിക്ക് അറിയിച്ചു കൊടുത്തത് സത്യമാണെന്ന് പുലർത്തുകയാണ്. ഞാൻ പറഞ്ഞത്, ഒരു സ്വഹാബിയും പുണ്യനബിയോട് അത് ചോദിച്ചിട്ടില്ല. നബിയെ ഫറോവ ഉണ്ട് എന്നൊക്കെ പറഞ്ഞില്ലേ ഖുർആനിൽ, എവിടെയാണ് അവലെ മൂപ്പരെ ബോഡി? സ്വഹാബികൾ ചോദിച്ചിട്ടില്ല. അതാണ് അത്ഭുതം. എന്തേ? സമിഅനാ വഅതഅനാ. അങ്ങെന്ത് പറയുന്നുവോ അത് സത്യമാണെന്ന് ഞങ്ങൾക്ക് ബോധ്യപ്പെട്ടു, ഞങ്ങൾ കണ്ടാലും ഇല്ലെങ്കിലും. അങ്ങനെയാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പരിശുദ്ധമായ ഹദീസുകളുടെ ലോകം വല്ലാത്ത ഒരു ലോകമാണ്. ഏതായിരുന്നാലും ചിരിയുടെയും പുഞ്ചിരിയുടെയും ഭാഗമെന്ന് ഇമാം ബുഖാരി റഹ്മത്തുള്ളാഹി അലൈഹി ഹെഡിങ് ഇട്ടുകൊണ്ട് പഠിപ്പിക്കുന്ന ഭാഗം, പലതരത്തിലുള്ള ചിരി വിശുദ്ധ ഖുർആനിൽ കാണാൻ കഴിയും. ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ ഭാര്യയായ സാറ ബീവി പുഞ്ചിരിച്ചു, ചിരിച്ചു. എപ്പോ? സാറാ ബീവിയുടെ ഖബറുള്ളത് ഹിബ്രോണിലാണ്. ഹിബ്രോൺ എന്ന് പറഞ്ഞാൽ ഇസ്രായേൽ ഭരിക്കുന്ന സ്ഥലമാണ്, ഫലസ്തീനിന്റെ ഒക്യുപ്പൈഡ് പാലസ്റ്റൈൻ. ഹിബ്രോൺ, ഖലീൽ എന്നാണ് അറബിയിൽ പറയാ. സ്ഥലത്തിന്റെ പേര് ഖലീൽ, ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ പേരിലാണുള്ളത്. ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ അൽ ഹറമുൽ ഖലീലി എന്ന് പറയുന്ന ആ ഒരു പള്ളിയിലേക്ക് ഒരുപാട് സ്റ്റെപ്പ് ഉണ്ട്. സ്റ്റെപ്പ് കയറുമ്പോൾ തന്നെ വലതു ഭാഗത്ത് യൂസുഫ് നബി അലൈഹിസ്സലാം, മേലോട്ട് കയറി ചെന്ന് റൈറ്റിലേക്ക് ചെന്ന് പ്രധാന പള്ളിയിലേക്ക് കയറി ചെല്ലുന്നിടത്ത് ഹാദിഹി ഉമ്മുനാ സാറ, നമ്മുടെ ഉമ്മയായ സാറാ ബീവിയാണിത് എന്ന് എഴുതി വെച്ചിട്ടുണ്ട്. അവിടെ മഹദിയുടെ ഖബറുണ്ട് അവിടെ. അത് കഴിഞ്ഞ് ഇടത്തോട്ട് പള്ളിയുടെ മുൻവശത്തേക്ക് മെഹ്റാബിന്റെ ഭാഗത്തേക്ക് ചെന്നാൽ ഇമാമ് മിമ്പറ നിൽക്കുന്ന മിമ്പറയുടെ തൊട്ടു മുമ്പിൽ മഹാനായ ഇസ്ഹാഖ് നബി അലൈഹിസ്സലാം, അതിന്റെ നേരെ ഇടതുഭാഗം ഇസ്ഹാഖ് നബിയുടെ ഭാര്യ റിഫ്ഖ ബീവി, അതിന്റെ ബാക്കിൽ ഖലീലുല്ലാഹി ഇബ്രാഹിം അലൈഹിസ്സലാം. ഇബ്രാഹിം അലൈഹിസ്സലാം അപ്പുറത്തൊരു റൂമുണ്ട്, അവിടെയാണ് മഹാനായ യാക്കൂബ് അലൈഹിസ്സലാം. യാക്കൂബ് നബിനെ ജൂതന്മാരാ. യാക്കൂബ് നബിയുടെ യാക്കൂബ് എന്ന നബിയുടെ മറ്റൊരു പേരാണ് ഇസ്രായേൽ. അതുകൊണ്ട് ജൂതന്മാര് ഇത് ഞങ്ങളുടെ ആളാന്ന് പറഞ്ഞത് അവരുടെ ഭാഗമായി വെച്ചില്ല. അവിടെ നമുക്ക് സിയാറത്ത് ചെയ്യാൻ കഴിയില്ല, യാക്കൂബ് നബിനെ കാണാൻ കഴിയില്ല. യാക്കൂബ് നബി ജൂതന്മാരുടെ ഭാഗമാണ്. അവര് യാക്കൂബ് നബി എന്ന യാക്കൂബ് എന്ന വാക്ക്, ഇസ്രായേൽ എന്നത് യാക്കൂബ് നബിന്റെ അപരനാമമാണ്. അപ്പൊ അങ്ങനെ ഒരു വല്ലാത്തൊരു അവർക്കൊരു ഇമോഷണൽ ബന്ധം യാക്കൂബ് നബിയോടുണ്ടെന്നാണ് അവർ പറയാ. അവരൊക്കെ അംബിയ ലാ നുഫരിഖു ബൈന അഹദിൻ മിർ റുസുലി. സാറാ ബീവി ഉണ്ട് അവിടെ. ആരുടെ ഉമ്മയാണ്? ഇസ്ഹാഖ് നബിയുടെ ഉമ്മയാണ്. ഇസ്ഹാഖ് നബിന്റെ മഖാമും ആ ഒരൊറ്റ പള്ളി കോമ്പൗണ്ടിന്റെ ഉള്ളിലാണ്. ഇസ്ഹാഖിന് ഇപ്പോഴത്തെ റിഫ്ഖ ബീവി, റഫീഖ് എന്ന് പറയില്ലേ, റിഫ്ഖ. ആ റിഫ്ഖയാണ് ഇംഗ്ലീഷുകാരൻ റബേക്ക എന്നാക്കിയത്. ഇംഗ്ലീഷിലൊക്കെ റബേക്ക എന്ന് പറഞ്ഞ പെൺകുട്ടികളുടെ പേരുണ്ടോ? റബേക്ക, ബെക്ക എന്ന് പറയും. ചെറിയ അതിന്റെ തസ്ഗീറാക്കിട്ട് ബെക്ക എന്ന് പറയും, റബേക്ക. അത് ആരാണ്? റിഫ്ഖയാണ്. ഇസ്ഹാഖ് നബിന്റെ ഭാര്യയുടെ പേരാണത്, റിഫ്ഖ ബീവി റളിയല്ലാഹു അൻഹാ. സാറാ ബീവി അവിടെ ഉണ്ട്. അന്ന് കുഞ്ഞുണ്ടായിരുന്നില്ല. അപ്പൊ 3 അതിഥികൾ ഇബ്രാഹിം നബിയുടെ വീട്ടിലേക്ക് വന്ന ചരിത്രം ഖുർആൻ പറയുന്നുണ്ട്. അവർക്ക് ഉടനെ ഒരു മാംസം റെഡിയാക്കി കൊടുത്തു മഹാനായ ഇബ്രാഹിം നബി അലൈഹിസ്സലാം. പക്ഷെ അവരാരും തിന്നുന്നില്ല. ശത്രുക്കളാണെങ്കിലാണല്ലോ തിന്നാതിരിക്കുക. വീട്ടിൽ കയറി വന്നിട്ട് അതിഥികളായി വരുന്നവര് ഭക്ഷണം കഴിക്കൂലേ? അവര് ഭക്ഷണം കഴിക്കാതെ കണ്ടപ്പോ ഇബ്രാഹിം നബി പേടിച്ചു. അപ്പൊ നിങ്ങൾ ആരാണ്? ഞങ്ങൾ മലക്കുകളാണ്, മാലാഖമാരാണ് ഇബ്രാഹിം നബിയെ. ഞങ്ങൾ തിന്നില്ല, ഞങ്ങൾ കുടിക്കില്ല, ഞങ്ങൾക്ക് കുടുംബജീവിതം അങ്ങനെ ആണും പെണ്ണൊന്നും പറയാൻ കഴിയില്ല. നിങ്ങൾ അല്ലാഹുവിന്റെ സൃഷ്ടികളാണ്. എന്തിനു വന്നതാണ്? 2 മിഷൻ ഞങ്ങളുടെ മുമ്പിലുണ്ട്. ഒന്ന്, ലൂത്ത് നബി അലൈഹിസ്സലാമിന്റെ സമൂഹം സ്വവർഗഭോഗികളാണ്, ഹോമോസെക്ഷൽസ്, ഗെയ്സ് എന്ന് പറയും. ഇപ്പോഴത്തെ കാലഘട്ടങ്ങളിൽ ഇതൊക്കെ വലിയ ട്രെൻഡ്. ചിലർ പറയാം അതൊരു അസുഖമാണ്, അവരെ കുറ്റം പറയാൻ പറ്റൂല. ഇന്നത്തെ ഇബ്ലീസിന്റെ ഏറ്റവും വലിയ കുതന്ത്രമാണിത്. തിന്മയിലേക്ക് മനുഷ്യൻ ടെൻഡൻസി ഉണ്ടാകും. അത് ഹോർമോണുകൾ പ്രവർത്തിക്കുമ്പോൾ തന്നെ ഉണ്ടാവുക. പക്ഷേ ഒരു സംഗതിയുടെ മോറൽ സൈഡിനെ തീരെ കണ്ണുകൊണ്ട് കാണാതെ, ചിലർക്ക് പെണ്ണിനെ കല്യാണം കഴിക്കണം എന്നല്ല തോന്നുക, ആണിനെ കല്യാണം കഴിക്കാനാ തോന്നുന്നതെന്ന്. അങ്ങനെ ആയിക്കോട്ടെ, അതിനെ സമ്മതിച്ചു കൊടുക്കുന്ന രാജ്യങ്ങളുണ്ട്, അതിനുവേണ്ടി നിയമനിർമ്മാണം നടത്തുന്ന സംവിധാനങ്ങളുണ്ട്. ഇസ്ലാമിൽ അത് ഹറാമാണെന്ന് മാത്രമല്ല, മനുഷ്യൻ ചെയ്യാൻ പാടില്ലാത്ത കടുത്ത പാതകമാണിതെന്ന് പറഞ്ഞ് ലൂത്ത് നബി അലൈഹിസ്സലാമിന്റെ സമൂഹത്തെ സൊഡോം ഗൊമറ എന്ന് പറയുന്ന 2 നാടുകളെ, ചാവുകടലിന്റെ തൊട്ടപ്പുറത്തുള്ള നാടുകളാണ്. ഇന്നും ചാവുകടലിന്റെ സൈഡിലൂടെ ഈജിപ്തിലേക്ക്, സീനായിലേക്ക് യാത്ര ചെയ്താൽ നമ്മുടെ വലതുഭാഗം ചെളിയായി മറിച്ചിടപ്പെട്ട സ്ഥലം കാണാൻ കഴിയും. അവിടെയാണ് സൗജത്തു ലൂത്ത് എന്ന് എഴുതി വെച്ചിട്ടുണ്ട്. ലൂത്ത് നബിയുടെ ഭാര്യ. ഒരു പാറയുടെ മുകളിലേക്ക് നോക്കിയാൽ ഒരു പെണ്ണിന്റെ രൂപം പോലെ ഒരു പാറക്കല്ല് കാണാൻ കഴിയും. അത് ലൂത്ത് നബിന്റെ ഭാര്യയാണ്, നമുക്കറിയില്ല. പക്ഷേ അവിടെ അങ്ങനെ ഒരു ബോർഡ് വെച്ചിട്ടുണ്ട്, സൗജത്തു ലൂത്ത് അലൈഹിസ്സലാം. ആ നാടിനെ കീഴ്മേൽ മറിച്ചിട്ടതാണ്.
എന്താ അവരുടെ വിഷയം? ഗൈസ്, സ്വവർഗഭോഗികളായിരുന്നു അവര്. ലൂത്ത് നബി പറഞ്ഞു, എന്ത് പണിയാ നിങ്ങൾ ചെയ്യുന്നത്? മാന്യമായി വിവാഹം ചെയ്ത് ജീവിച്ചൂടെ? അവര് പറഞ്ഞു, നിങ്ങ വല്ല പുണ്യവാളനായി നിൽക്കണ്ട ലൂത്തെ, നിന്നെ ഞങ്ങൾ കല്ലെടുത്ത് കൊല്ലും. അള്ളാന്റെ അദാബ് അങ്ങോട്ട് വന്നു, ഭൂമിക്ക് കീഴ്മേൽ മറിച്ചിട്ടതാണ്. ഇപ്പൊ എന്താ പറയാന്നറിയോ? അതൊക്കെ ഒരു അവരുടെ നാച്ചുറൽ ടെൻഡൻസിയാണ്. ദേ ആർ ബോൺ ഗേയ്സ്, സോ ദേ ഷുഡ് ബി മാരീഡ് ടു ദ സിമിലർ ജെൻഡർ. എന്ത് വിടുവായുത്തമാണ് ഈ പറയുന്നത്? ഒരു കുട്ടി പറയാം, എനിക്കിങ്ങനെ എല്ലാവരും അടിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്, ഞാൻ അങ്ങനെ ജനിച്ചത്, എന്റെ ഹോർമോൺ അങ്ങനെ, കാണുമല്ലോ മുഴുവൻ അടിക്കലാണ്. നിങ്ങൾ അടിക്കാൻ വിടുവോ? ഒരുത്തിന് തോന്നുന്നു വ്യഭിചരിച്ച് നടക്കണം, അവന്റെ ഹോർമോൺ അങ്ങനെയാണ്, നിങ്ങൾ വിടുവോ അതിനെ? ഒരുത്തൻ പറയുന്നു മോഷണം ചെയ്യലാണ് അവന്റെ ജോലി, എനിക്കങ്ങനെ തോന്നുന്നു, ആ ഒരു ടെൻഡൻസി ജന്മനാ എന്റെ ബോഡിയിലുണ്ട്, നിങ്ങൾ വിടുവോ? അതൊന്നും ചിന്തിക്കൂല. സ്വവർഗബോധം പറയുമ്പോ യുക്തിവാദികൾ അടക്കമുള്ള ആളുകൾ എഴുന്നേറ്റ് വരും, ഞങ്ങൾ ഓല ആൾക്കാരാന്ന് പറയാൻ. ഇതൊക്കെ നിയന്ത്രിക്കാൻ കഴിയുന്ന സംവിധാനത്തിലാണ് മനുഷ്യ ശരീരത്തെ അള്ളാഹു പടച്ചത്. എല്ലാ മനുഷ്യർക്കും ദുരാഗ്രഹങ്ങളില്ലാഞ്ഞിട്ടാണോ? വ്യഭിചാരം ഇഷ്ടപ്പെടാത്തവരുണ്ടോ മനുഷ്യരിൽ? പക്ഷേ അള്ളാഹുവിന് വേണ്ട, പടച്ച തമ്പുരാൻ അരുതെന്ന് പറഞ്ഞു. ആ വഴിക്ക് നമ്മൾ ചിന്തിക്കുന്നില്ല. മദ്യപാനമാവട്ടെ, ലഹരിയാവട്ടെ, മനുഷ്യൻ എന്ന നിലയിൽ നമ്മുടെ ശരീരം ആഗ്രഹിച്ചേക്കാം, പക്ഷേ എന്റെ റബ്ബിനത് ഇഷ്ടമല്ല, നമ്മൾ തൊടില്ല. ഗെയ്സും ലെസ്ബിയൻസും ഒക്കെ ഇത് തന്നെയാണ് വിഷയം. അരാജകത്വത്തിന് കോണി വെച്ചു കൊടുക്കുക, അരാജകത്വത്തിന് സല്യൂട്ട് അടിച്ചു കൊടുക്കുക. നിങ്ങൾ ചെയ്തോളൂ, നിങ്ങൾക്ക് ബാക്ക് സപ്പോർട്ട് ഞങ്ങളുണ്ട്. ഇത് പിശാചിന്റെ പണിയാണ്, ഇത് പിശാചിന്റെ പണിയാണ്. സയ്യിദുനാ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു അവർക്ക് കൊടുത്ത ശിക്ഷ പഠിക്കണം. ചരിത്രത്തിൽ ദാരുണമായുള്ള ശിക്ഷ കൊടുത്തിട്ടുണ്ട് മഹാനായ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു. വ്യഭിചാരത്തിന്റെ ശിക്ഷയെക്കാളും കടുത്ത ശിക്ഷയാണ് സ്വവർഗഭോഗ രോഗികൾക്ക് കൊടുത്തത്. ഇസ്ലാമിന്റെ ചരിത്രം അതാണ്. ഇത് മുസ്ലിമീങ്ങളോടാണ് ഞാൻ പറയുന്നത്. സ്വവർഗഭോഗം നല്ലതാണെന്ന് ചിന്തിക്കുന്ന ഒരു സ്വതന്ത്രവാദി, നീ നിന്റെ വഴിക്ക് പോയിക്കോ, നിന്നോടൊന്നുമല്ല ഞാൻ സംസാരിക്കുന്നത്. ഞാൻ സംസാരിക്കുന്നത് എന്റെ ഉമ്മത്തിനോടാണ്. അതുകൊണ്ട് ക്ലിപ്പ് ഉണ്ടാക്കി വരാൻ നിൽക്കണ്ട, നീ നിന്റെ വഴിക്ക് പോയിക്കോ. എന്റെ ഉമ്മത്തിനോടാണ് ഞാൻ സംസാരിക്കുന്നത്. നമ്മുടെ മൈൻഡുകൾ കറപ്റ്റ് ചെയ്യപ്പെടരുത്. ധാർമ്മികതയും നന്മയും ലോകത്ത് നിലനിൽക്കണം. മനുഷ്യനെ മൃഗമാക്കി മാറ്റാനാണ് ഇവിടെ പലരും ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മൾ മൃഗമല്ല, we are humans. നമ്മൾ എയ്പ്പുകളിൽ നിന്നുണ്ടായ കുരങ്ങളിൽ നിന്ന് ജനിച്ചു വളർന്നവരല്ല. നമ്മൾ ഖലഖല്ലാഹു ആദം അലൈഹിസ്സലാം അലാ സൂറതിഹി, സയ്യിദുനാ ആദം നബി അലൈഹിസ്സലാം അതേ രൂപത്തിൽ പടക്കപ്പെട്ട നബിയാണ്, മനുഷ്യനാണ്. കുഞ്ഞായിട്ട് വളർന്നവരല്ല, കുരങ്ങിന്റെ രൂപം മാറിയതല്ല. ആദം നബിയുടെ രൂപം ഏതാണോ അതേ രൂപത്തിൽ തന്നെയാണ് അല്ലാഹു ആദം നബിനെ പടച്ചത്. മനുഷ്യന്റെ ഹ്യൂമൻ ബ്രെയിൻ, ഇത് പരിണാമ സിദ്ധാന്തത്തിന് വിശദീകരിക്കാൻ കഴിയില്ല. മനുഷ്യന്റെ ബ്രെയിൻ ഇങ്ങനെ ഡെവലപ്പ് ആയത് ഒരു ചിമ്പാൻസിയിൽ നിന്നാണെന്ന് പറയാൻ കഴിയോ? അതുകൊണ്ട് ഇത്തരത്തിലുള്ള ചവറുകൾ ഈ ഉമ്മത്തിന്റെ മുമ്പിലേക്ക് വലിച്ചെറിയപ്പെടുമ്പോ നമ്മളൊക്കെ ശ്രദ്ധിക്കണം. അരാജകത്വത്തിലേക്ക് കൊണ്ടുപോവുകയാണ്. ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ ചരിത്രത്തിലേക്ക് വരാം. മഹാനവറുകളുടെ മുമ്പിൽ മഹാന്മാരായ അള്ളാഹുവിന്റെ ദൂതന്മാർ, ഏഞ്ചൽസ്, അവർ പറഞ്ഞു, ഇബ്രാഹിം നബിയെ, രണ്ട് ദൗത്യമാണ് ഞങ്ങളുടെ മുമ്പിൽ. ഒന്ന്, ലൂത്ത് നബിയുടെ നാട്ടുകാരെ കീഴ്മേൽ മറിച്ചിടാൻ പോവുകയാണ്. ഇന്ന ഫീഹാ ലൂത്താ, എന്റെ കസിനാണ് ലൂത്ത് നബി. അവിടെ വിശ്വാസികളുണ്ടല്ലോ, അവർക്കോ? അവരെയൊക്കെ നമ്മൾ രക്ഷപ്പെടുത്തും. പക്ഷേ സ്വർഗ്ഗഭോഗികളായി ജീവിക്കുന്ന അവരെ നമ്മൾ കീഴ്മേൽ മറിച്ചിടുകയാണ്. അല്ലാഹു മറിച്ചിട്ടു. അത്തരം സംഭവങ്ങൾ നടന്നത് ഇന്നത്തെ സദേൺ യൂറോപ്പിന്റെ പല ഭാഗങ്ങളിലുമുണ്ട്. ജർമ്മനിയുടെയോ ഇറ്റലിയുടെയോ ഭാഗങ്ങളിൽ സ്വർഗ്ഗഭോഗം ചെയ്ത വ്യഭിചാരികളായ തെമ്മാടികളായ ആളുകളെ ലാവകൾ വന്ന് ദേഹത്തിലൂടെ ഒഴിച്ചിട്ട് കല്ലുകളായി നഗ്നരായി കിടക്കുന്ന ഇപ്പോഴും മ്യൂസിയം ഉണ്ട് അവിടെ. മൂംപി എന്നാണ് ഇതിന് പറയുന്നത്. ആ പ്രദേശത്തിന് ഏത് കൺട്രിയിലേക്ക്, ജർമ്മനിയിലാണോ അല്ലെങ്കിൽ ഇറ്റലിയിലാണോ എന്ന് എനിക്കറിയില്ല. മൂംപി എന്നാരെങ്കിലും നോക്കിയിട്ട് പറഞ്ഞതാ. സ്വവർഗ രോഗികളും വ്യഭിചാരികളുമായ ഒരു നാട്ടുകാർക്ക് മീതെ ലാവ ഒഴുകി വന്നപ്പോ നഗ്നരായി കല്ലായി മാറിപ്പോയ മനുഷ്യ രൂപങ്ങൾ, ഒരു ടൗണ് മുഴുവൻ അങ്ങനെ അള്ളാഹുവിന്റെ ശിക്ഷ വന്നതാണ്. ആരെങ്കിലും നോക്കിയോ? ഒന്ന് ഗൂഗിൾ ചെയ്ത് നോക്കി, ഒന്ന് പരിശോധിച്ചു. മൂംപി എന്ന് പറയുന്ന പ്രദേശം
അള്ളാഹുവിന്റെ അദാബാണ്. ഖുർആൻ പറഞ്ഞ ചരിത്രങ്ങൾ ചിലത് നമുക്കറിയും, ചിലത് അറിയില്ല. അള്ളാഹു പറയും ഇവരൊന്നും വിടൂല. അതുകൊണ്ട് അരാജകത്വങ്ങളിലേക്ക് പോകല്ലേ. ഒരൊറ്റ ജീവിതമേ നമ്മുടെ മുമ്പിലുള്ളൂ. 60-70 വയസ്സ് എത്തുമോ എന്ന് പോലും അറിയില്ല. അതിനിടക്ക് മരിക്കുമോ എന്നറിയില്ല. ഈ ഒരു ജീവിതം കൊണ്ട് നമുക്ക് സ്വർഗം കിട്ടണം. 2 ഓപ്ഷനേ ഉള്ളൂ. ഒന്നുകിൽ ഈ ജീവിതം കൊണ്ട് നിങ്ങൾക്ക് സ്വർഗം വാങ്ങിക്കാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് കാലാകാലം നരകത്തിലേക്ക് പോകാം. ഈ ഓപ്ഷനാണ് ഖുർആൻ നൽകുന്നത്. എന്ത് ചെയ്യണം നിങ്ങൾ തീരുമാനിച്ചോ. രണ്ടാം ചാൻസ് ഇല്ല. There is no second chance. ഒരു ലൈഫേ നിങ്ങൾക്കുള്ളൂ. ആ ഒരു ലൈഫ് കൊണ്ട് കുതിര കളിക്കണോ, അതല്ല ഉത്തരവാദിത്വത്തോടുകൂടെ മനുഷ്യന് ബുദ്ധി തന്ന് പറഞ്ഞയച്ച പടച്ചതമ്പുരാന്റെ നിർദ്ദേശങ്ങൾ അനുസരിച്ച് ജീവിക്കണമോ? ഇറ്റ്സ് അപ് ടു യു. ആരും ആരെയുടെ നിർബന്ധിക്കുന്നില്ല, നിങ്ങളുടെ ഇഷ്ടമാണ്. ഫമൻ അമില സാലിഹൻ ഫലിനഫ്സി. നന്മ ചെയ്യുന്നവർ അവരോട് തന്നെയാണ് നന്മ ചെയ്യുന്നത്. ആരെങ്കിലും തിന്മ ചെയ്യുന്നുവെങ്കിൽ അവരവരോട് തന്നെയാണ് തിന്മ ചെയ്യുന്നത്. വളരെ മനോഹരമാണ് അള്ളാഹുവിന്റെ ഭാഷ. ലാ ഇക്റാഹ ഫിദ്ദീൻ. There is no compulsion in the matter of religion. ഒരു നിർബന്ധ പരിവർത്തനം ആരോട്? എന്ത് ലവ് ജിഹാദ്, മണ്ണാങ്കട്ട, വെറുതെ ഓരോ അഭ്യാസം പറയുന്നത്. ആരാണിത് ചെയ്യുന്നത്? മീഡിയകൾ പടച്ചുണ്ടാക്കുന്ന പച്ച നുണകൾ എന്നല്ലാതെ ഇസ്ലാമിൽ ഇഷ്ടം പോലെ ആൾക്കാരുണ്ട്. ആള് കുറഞ്ഞൊരു വിഷയം ഇവിടെ ഇല്ല. ഉള്ള ആളുകൾ ക്വാളിറ്റി ഉള്ളവരാകണം എന്ന് മാത്രമാണ് നമുക്ക് പറയാനുള്ളത്. ആള് കുറവല്ല ഇവിടെ വിഷയം. നിങ്ങളുടെ വിശ്വാസത്തിന് ക്വാളിറ്റി വേണം. ആരോടും നിർബന്ധ പരിവർത്തനം ദീനിലില്ല. എങ്ങനെ ഇസ്ലാം ആവാൻ പറ്റും? മനസ്സുകൊണ്ട് ഉറപ്പിച്ച് നാവുകൊണ്ട് പറഞ്ഞാലേ മുസ്ലിം ആവും, അല്ലേ? എന്നല്ല വെറുതെ 10 തൊട്ട് ഒരാൾ ഇങ്ങനെ അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറഞ്ഞാൽ മുസ്ലിം ആവോ? അവന്റെ മനസ്സുകൊണ്ട് അയാൾ വിശ്വസിക്കണ്ടേ? നിങ്ങൾ ആരെ നിർബന്ധിച്ച് പ്രലോഭിപ്പിച്ചാലും മനസ്സിനുള്ളിലുണ്ടോ ഇല്ലെന്ന് അയാൾക്കും പടച്ചവനല്ലേ അറിയൂ. മനസ്സിലുണ്ടെങ്കിലല്ലേ വിശ്വാസം സ്വീകരിക്കപ്പെടൂ. പിന്നെ എങ്ങനെ നിർബന്ധ പരിവർത്തനം എന്ന് പറയാം? എങ്ങനെ പിന്നെ കമ്പൽഷൻ ഉണ്ട് എന്ന് പറയാ? ഇസ്ലാം എന്ന ആദർശം തന്നെ കമ്പൽ ചെയ്യാൻ പറ്റാത്ത വിഷയമാണ്. നിങ്ങളുടെ ഹൃദയത്തിനുള്ളിൽ കിടക്കുന്ന വിഷയമാണ്. പേടിപ്പിച്ചിട്ട് ഇങ്ങനെ കത്തി കാണിച്ചെടുത്ത് ചെയ്യാൻ പറ്റുന്ന കാര്യമല്ലത്. പ്രത്യക്ഷത്തിൽ പറഞ്ഞേക്കാം മുസ്ലിമാണോ? അല്ല. ശംസുൽ ഉലമയുടെ സംഭവം അങ്ങനെ പറയാറുണ്ട്. അങ്ങനെ അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറഞ്ഞാൽ മുസ്ലിം ആവൂലേ മുലിയാരെ എന്ന് ചോദിക്കുകയാണ്. കോടതിയിൽ വക്കീലിനെ കൂടെ പറഞ്ഞു, 2 വട്ടം കൂടെ പറയുന്നു, ഇപ്പൊ നിങ്ങൾ മുസ്ലിം ആയോ? ഇല്ലല്ല ഞാൻ അത് പറയാം. അതന്നെ, ഇങ്ങനെ പറഞ്ഞാലൊന്നും മുസ്ലിം ആവൂല. വക്കീൽ 3 വട്ടം പറഞ്ഞില്ല അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ്, ഇത് പറഞ്ഞാൽ മുസ്ലിം ആവൂല ഇസ്ലാമിൽ. മൂപ്പര് 3 വട്ടം പറഞ്ഞു, നിങ്ങൾ മുസ്ലിം ആണോ അപ്പൊ എന്ന് ചോദിച്ചു. ഇല്ലല്ല ഞാൻ അത് പറയാം. അത്രേനേ ഉള്ളൂ. ഇതിങ്ങനെ പറഞ്ഞാലൊന്നും ആവൂല. ഖൽബിനുള്ളിലേക്ക് കിടക്കണം. ഹൃദയം കൊണ്ട് വിശ്വസിച്ച് നാവ് കൊണ്ട് പറയുമ്പോഴേ ഇതാവുള്ളൂ. അല്ലാതെ ആർക്കും ആരെയുടെ നിർബന്ധിക്കാൻ കഴിയില്ല. അങ്ങനെ ഒരു സംഭവം ഇല്ല. പിന്നെ എന്തിനാ വെറുതെ ഇങ്ങനെ പറയണത്? ലവ് ജിഹാദ് അത് ഇത് എന്നൊക്കെ പറഞ്ഞ് ഹിന്ദു മുസ്ലിമിനെയും മുസ്ലിം ഹിന്ദുവിനെയും ക്രിസ്ത്യാനിയും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പ്രേമത്തിന് കണ്ണും കയ്യും കാലമൊന്നും ഇല്ലല്ലോ. അങ്ങനെ പോകുന്നുണ്ട്. അതിനൊന്നും പേരിടണ്ട. അത് നമ്മുടെ ആളുകൾ ആരെങ്കിലും അതിലുണ്ടെങ്കിൽ അതിന്റെ പേര് പിന്നെ ജിഹാദ് പിന്നിൽ വരികയെന്ന് മാത്രം. അതൊരു രസമാണല്ലോ. ഇപ്പോൾ ആയിക്കോട്ടെ, മാങ്ങയുള്ള മൂച്ചിമൊക്കെ ഏറ് വരുള്ളൂ, അത് നല്ലതാണ്. അല്ലാത്ത മൂച്ചൊക്കെ ആര് കാണുന്ന മൂച്ചുണ്ടോ എന്ന് പോലും അറിയുന്നില്ല. അതുകൊണ്ട് നമുക്കതിലൊന്നും വിഷയമില്ല. ഇസ്ലാം ചർച്ചയാവട്ടെ. നിങ്ങൾ കുത്തിപ്പൊക്കി ഓരോന്നുണ്ടാക്കി കൊണ്ടുവരും. ലോകം ചർച്ച ചെയ്യട്ടെ. ഇവിടെ നന്മയും തിന്മയും സദാചാരവും എവിടെയാണെന്ന് മനുഷ്യൻ കണ്ണു തുറന്ന് കാണട്ടെ. അതിന് വിവാദങ്ങൾ ഉണ്ടാകുകയാണ് നല്ലത്. ഇസ്ലാം അങ്ങനെയാ വളർന്നത്. അങ്ങനെയൊക്കെ ഉണ്ടാവും, അതിലൊന്നും നമുക്കൊരു വിഷയവുമില്ല. അതൊന്നുകൊണ്ടും അള്ളാഹുവിന്റെ ദീനിന്റെ വെളിച്ചത്തെ ആർക്കും ഊതിക്കെടുത്താൻ കഴിയില്ല. ഇതൊരു ചരിത്ര യാഥാർത്ഥ്യമാണ്. ഇഖ്ബാൽ പണ്ടേ ഒരു രസകരമായ പാട്ടുപാടിപ്പോയി. ഇതൊരു റബ്ബർ പന്ത് പോലെയാണ്. ഇഖ്ബാലിന്റെ കവിതയാണത്. ഇതൊരു റബ്ബർ പന്ത് പോലെയാണ്. എത്ര അടിച്ച് തമർത്തുന്നുവോ അത്ര കണ്ടത് പൊങ്ങിക്കളയും. അതാണ് വിഷയം. അല്ലാഹുവേ നീ നിന്റെ ദീനിലേക്കുള്ള ഹിദായത്ത് മനസ്സിനുള്ളിൽ നന്മയുള്ള സർവ്വ മനുഷ്യർക്കും നൽകണമേ തമ്പുരാനെ. നന്മയുള്ളവർക്കേ ഹിദായത്ത് കിട്ടൂ, അല്ലാത്തവർക്ക് അത് കിട്ടൂല. നന്മയുള്ളവർക്കേ കിട്ടുള്ളൂ. ഹൃദയത്തിൽ നന്മയുള്ള ഓരോ മനുഷ്യനും ഈ വെളിച്ചം കിട്ടിയിരിക്കും. അത് കിട്ടിയ ഒരുപാട് ആളുകളുണ്ട്. ആരോടും വിളിച്ചു പറയാതെ സ്വകാര്യമായി നിസ്കരിക്കുന്ന ആളുകളുണ്ട്. പേരുമാറ്റാതെ ജീവിക്കുന്ന ആളുകളുണ്ട്. അവർക്കറിയാം ഇത് സത്യമാണ്. ആരും നിർബന്ധിക്കൂല. അങ്ങനെ സംഭവമില്ല. ലാ ഇക്റാഹ ഫിദ്ദീൻ. 3 മലക്കുകൾ വന്ന് മഹാനായ ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ വീട്ടിൽ വന്ന ചരിത്രത്തിലാണ് നമ്മളുള്ളത്. അവിടെയുണ്ട് മഹദിയായ സാറാ ബീവി റളിയല്ലാഹു അൻഹ.
അപ്പോ രണ്ട് മിഷൻ, ഒന്ന് ഈ ഗൈസിനെ മുഴുവൻ നശിപ്പിക്കാൻ വേണ്ടി പോവാൻ, ലൂത്ത് നബിയെയും അവിടുത്തെ ബിലീവേഴ്സിനെയും we will save them all. അതിനെപ്പറ്റി നിങ്ങൾ worried ആവണ്ട, നമ്മൾ അവരെ രക്ഷപ്പെടുത്തും. രണ്ടാമത്തേത്, we are here to give you, to bid you, to give you a good news. Your wife shall bear a child. സാറാ ബീവിയെ ഞെട്ടിധരിച്ചു പോയി. നിങ്ങളുടെ ഭാര്യയ്ക്കൊരു കുട്ടി ഉണ്ടാവട്ടോ. വംറഅതുഹു ഖായിമതുൻ ഫളഹികത്. സാറാ ബീവി മുഖം പൊത്തിപ്പിടിച്ചങ്ങ് ചിരിച്ചു. ഈ വയസ്സത്തിയായ എനിക്കിനി കുട്ടി ഉണ്ടാവാനോ എന്ന് ചോദിച്ചു. അല്ലാഹുവിനത് എളുപ്പമാണ്. യർസുഖു മൻ യശാഉ ബിഗൈരി ഹിസാബ്. അല്ലാഹുവിനത് വിഷയമല്ല. വമാ ദാലിക അലല്ലാഹി ബിഅസീസ്. അല്ലാഹുക്കതൊന്നും വിഷയമല്ല. 20-30 കൊല്ലം കുട്ടികൾ ഉണ്ടാവാതിരിക്കുന്ന ദമ്പതികൾക്ക് മക്കളാവണില്ലേ? ആവണുണ്ട്. അള്ളാഹ്ക്കതൊന്നും വിഷയം. ചികിത്സ നടത്തിയിട്ടും നടത്താതെയും ഒക്കെ സംഭവിക്കണില്ലേ? എത്രയോ ഉദാഹരണങ്ങൾ. അള്ളാഹുവിനത് വിഷയമല്ല. നമ്മുടെ കൂട്ടത്തിലൊക്കെ മക്കളില്ലാത്ത ദമ്പതികൾ ഉണ്ടാവും. അള്ളാഹുർക്കൊക്കെ കൺകുളിർമയുള്ള മക്കളെ അള്ളാഹു നൽകട്ടെ. വൃദ്ധയായ ഞാൻ പ്രസവിക്കുകയോ, എന്റെ ഭർത്താവ് കണ്ടില്ലേ, പ്രായമായ മനുഷ്യൻ, മൂപ്പർക്ക് കുട്ടി ഉണ്ടാവേ. ഇബ്രാഹിമിന് 90 കഴിഞ്ഞിട്ടുണ്ട്. ഇബ്രാഹിം അലൈഹിസ്സലാം. ഇത് ഭയങ്കര അത്ഭുതമുള്ള കാര്യമാണല്ലോ. പറഞ്ഞു ഫളഹികത്. അവര് ചിരിച്ചു. അത് അത്ഭുതത്തിന്റെ ചിരിയാണ്. അവർക്ക് ജനിച്ച മോനാണ് മഹാനായ ഇസ്ഹാഖ് അലൈഹിസ്സലാം. ഇംഗ്ലീഷിൽ ഐസക് എന്ന് പറയും. ക്രിസ്ത്യാനികൾ ഐസക് പ്രവാചകൻ എന്ന് പറയും. നമ്മൾ ഇസ്ഹാഖ് എന്ന് പറയും അലൈഹിസ്സലാം. അവരാണ് ഇസ്ഹാഖ് അലൈഹിസ്സലാം, സൺ ഓഫ് ഇബ്രാഹിം അലൈഹിസ്സലാം. ഇബ്രാഹിം നബിയുടെ മകൻ ഇസ്ഹാഖ് അലൈഹിസ്സലാം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുമ്പിൽ ഒരു സംഭവം നടക്കുന്നു. പുണ്യ നബിയുടെ പുഞ്ചിരിയിലേക്ക് വരാം. ഒരുപാട് സംഭവങ്ങളുണ്ട്. സമയം എത്രത്തോളം നമുക്ക് സമയം അനുവദിക്കുന്ന അറിയില്ല. ഇനി 1 മണിക്കൂറൊക്കെ നിൽക്കാൻ പറ്റുമോ? ഇൻഷാ അല്ലാഹ്. പോയിക്കോട്ടെ, കീപ് ഗോയിങ് ഇൻഷാ അല്ലാഹ്. പുണ്യ നബിയുടെ മുമ്പിൽ ഒരു സംഭവം നടന്നു. അംറു ഇബ്നുൽ ആസ് റളിയല്ലാഹു അൻഹു, അർതബൂനുൽ അറബ്, അറബികളിലെ ബുദ്ധിരാക്ഷസൻ എന്നാണ് അറിയപ്പെടുക. അംറു ഇബ്നുൽ ആസ് തങ്ങൾ അങ്ങനെ അറിയപ്പെടുക. അദ്ഹൽ അറബ്, അർതബൂനുൽ അറബ്. ചരിത്രം എങ്ങനെയാണ് ആ മഹാന് പേര് വെച്ചത്? ദ മോസ്റ്റ് ഇന്റലിജന്റ്, ഏറ്റവും ബുദ്ധിയുണ്ടായിരുന്ന മഹാൻ അംറു ഇബ്നുൽ ആസ് റളിയല്ലാഹു അൻഹു. സ്വഹാബികളുടെ കൂടെ ഒരു സൈന്യവുമായി യാത്രയിലാണ്. യാത്ര പോകുമ്പോ ബഹുമാനപ്പെട്ടവർക്ക് യാത്രയിൽ ജനാബത്ത് കുളിക്കേണ്ടി വന്നു. സ്വപ്നസ്ഖലനമോ മറ്റോ സംഭവിച്ചു എന്നർത്ഥം. അപ്പോ ബഹുമാനപ്പെട്ടവരെ കുളിക്കാൻ വേണ്ടി നോക്കുമ്പോ തണുത്ത കാലമാണ്, കാറ്റടിക്കുന്നുണ്ട്. കുളിക്കാനുള്ള വെള്ളം ചെന്ന് നോക്കുമ്പോൾ അത് ഐസായി കിടക്കുകയാണ്. ഇപ്പൊ നമുക്കറിയാം, തുർക്കിയിൽ ഭൂകമ്പം നടന്നു. -12, -12, -10, -11 ഒക്കെ തണുപ്പിലാണ് അവരൊക്കെ അവിടെ നിൽക്കുന്നത്. യാ അല്ലാഹ്, അള്ളാഹുവേ, നിന്റെ പരീക്ഷണമാണെന്നറിയാം റബ്ബേ, നീ തന്നെ അവർക്ക് രക്ഷ നൽകണേ പടച്ചവനെ. നമുക്കിവിടെ ഇരിക്കാൻ വല്ല പ്രയാസമുണ്ടോ? തുർക്കിയിൽ ഈ ഇരുത്തം ഈ നേരത്തെ ഇരിക്കാൻ കഴിയില്ല, ഐസായി പോവും കയ്യും കാലമൊക്കെ. -12, -10 ഡിഗ്രി തണുപ്പിലാണ്. മൈനസില് നമ്മുടെ ഫ്രിഡ്ജിന്റെ ഉള്ളിൽ ഉണ്ടാവില്ല അത്ര തണുപ്പ്. അത്ര തണുപ്പിലാണ് ഈ ഭൂകമ്പം അവിടെ ഉണ്ടായത്. എത്ര വലിയ ഡിവാസ്റ്റേറ്റിംഗ്, ഭീതിജനകമായ ഒരുപാട് നാശനഷ്ടങ്ങൾ വിതച്ചു എന്ന് നമ്മൾ പത്രങ്ങളൊക്കെ എഴുതുന്ന ഒരു നൂറ്റാണ്ടിൽ നടന്ന അത്യപൂർവമായ ചില മഹാപകടങ്ങളിൽപ്പെട്ട ഒന്ന്. പടച്ച തമ്പുരാനെ, അല്ലാഹുമ്മ കുൻ ലഹും വലാ തകുൻ അലൈഹിം. അല്ലാഹുവേ, അവരിൽ മരിച്ചുപോയവർക്ക്, ഞങ്ങളുടെ സഹോദര സഹോദരിമാർക്ക് റബ്ബേ നീ മഗ്ഫിറത്തും റഹ്മത്തും ചെയ്യണേ പടച്ചവനെ. കഴിഞ്ഞ വെള്ളിയാഴ്ച UAE ഉള്ള ആൾക്കാർക്ക് അറിയാൻ പറ്റും, ജുമുഅ കഴിഞ്ഞ ഉടനെ മരിച്ചവർക്ക് വേണ്ടി തുർക്കിയിലെ ഭൂകമ്പത്തിൽ മരണപ്പെട്ടു പോയ ആളുകൾക്ക് വേണ്ടി ഗായിബിന്റെ മയ്യത്ത് നിസ്കാരം, ജുമുഅ നിസ്കാര ശേഷം എല്ലാ പള്ളികളിലും, അബുദാബിയിൽ ഞാൻ പങ്കെടുത്തതാണ്, ഉണ്ടായിരുന്നു കഴിഞ്ഞ വെള്ളിയാഴ്ച. ജുമുഅയ്ക്ക് ശേഷം ഗായിബിന്റെ മയ്യത്ത് നിസ്കാരം. നമ്മുടെ നാട്ടിൽ എന്താ പറയാ, ചില ആൾക്കാർ അങ്ങനെ നിസ്കാരം തന്നെ ഇല്ല.
അങ്ങനെ മയ്യത്ത് മുമ്പിൽ വെക്കാതെ ഹാദിറായ മയ്യത്തല്ലാതെ ഗായിബായ മയ്യത്ത് നിസ്കാരം ഇല്ല എന്ന് പറയുന്ന അങ്ങനെയൊക്കെ കേൾക്കാൻ പറ്റും. അള്ളാഹു ഹിദായത്ത് കൊടുക്കട്ടെ. അങ്ങനെ സംഭവം ഉണ്ട്. അപ്പോൾ അങ്ങനെ ഒരു വലിയ നിസ്കാരം നടന്നു. അവർക്ക് വേണ്ടിയുള്ള പ്രാർത്ഥനയാണ്. ആരാണ് അവരെന്ന് പോലും അറിയില്ല. എത്രയായിരം ആളുകളാണ് ഭൂമിൻ്റെ ഉള്ളിലേക്ക് പോയതെന്നും അറിയില്ല. നമ്മളെപ്പോലെ കടന്നുറങ്ങിയതാ. എണീറ്റ് നോക്കും ഭൂമിൻ്റെ ഇപ്പോഴും 3 ദിവസം കഴിഞ്ഞിട്ട് ജീവനുള്ള മനുഷ്യരെ അതിൻ്റെ ഉള്ളിൽ നിന്ന് ഇങ്ങനെ പെറുക്കിക്കൊണ്ടുവരികയാണ്. ജീവൻ കിടക്കുകയാണ് ഉള്ളിൽ. 3 ദിവസമായിട്ട് വെള്ളം പോലും കിട്ടാതെ കിടന്ന മനുഷ്യർ, കുട്ടികള് അതിൻ്റെ ഉള്ളിലുണ്ട്. ഇതൊക്കെ അള്ളാഹുവിൻ്റെ ചില ഹിക്മത്തുകളാണ്. അല്ലാഹു ഹക്കീമാണ്. അള്ളാഹുവിനെ അറിയുള്ളൂ എന്താണ് അതിൻ്റെ ഹിക്മത്തെന്ന്. അവർ തെറ്റ് ചെയ്തവരാണെങ്കിൽ അള്ളാഹു നൽകുന്ന ശിക്ഷയാണ്. അവർ നല്ലവരാണെങ്കിൽ അവരുടെ പരലോകത്തെ സ്ഥാനമുയരാൻ അള്ളാഹു നൽകുന്ന റബ്ബിന്റെ ഇബ്തിലാ ആണ്. ഇങ്ങനെയാണ് പുണ്യനബി ഇതിനെ പഠിപ്പിച്ചത്. അമ്പിയാക്കന്മാർ ജീവിച്ചിരിക്കെ ഭൂകമ്പങ്ങൾ ഉണ്ടായിട്ടുണ്ട്. തണുപ്പ്. അംർ ഇബ്നുൽ ആസ് റളിയല്ലാഹു അൻഹുവിന്റെ ചരിത്രത്തിലേക്ക് വരാം. അന്ന് തണുത്തുറച്ച വെള്ളമാണ്. കാരണം ഇറാനിന്റെ ഭാഗത്തൂടെ ഷാമിന്റെ ഭാഗങ്ങളിൽ നടന്ന ഒരുപാട് സംഭവങ്ങളുണ്ട്. അവിടെയൊക്കെ തണുപ്പ് കൂടുതലാണ്. യൂറോപ്പിന്റെ ചെറിയൊരു ക്ലൈമറ്റ് ജോർഡാൻ മുതൽ ആരംഭിക്കും. ജോർഡാനിൽ പോയ ആളുകൾക്കറിയാം, ജോർഡാൻ ഫലസ്തീനൊക്കെ ചെറിയൊരു സെമി യൂറോപ്പാണ്. കാരണം തൊട്ടപ്പുറത്ത് മെഡിറ്ററേനിയൻ കടലല്ലേ. അത് കഴിഞ്ഞാൽ സൈപ്രസ് കഴിഞ്ഞാൽ പിന്നെ ഇറ്റലിയാണ്. അവിടെ ഫ്രാൻസ് എത്തി, മറ്റു രാജ്യങ്ങളെത്തി, ബൾഗേറിയ, മറ്റു തുർക്കിയുടെ ബോർഡർ അടക്കം എല്ലാം യൂറോപ്പ് അടുത്താണ്. അതുകൊണ്ട് തണുപ്പ് കൂടുതലാണ് ആ പ്രദേശങ്ങളിലൊക്കെ. തണുത്തുറച്ച വെള്ളമാണ്. അംർ ഇബ്നുൽ ആസ് റളിയല്ലാഹു അൻഹു സൈന്യത്തിന്റെ നേതാവാണ്. അപ്പൊ കുളിക്കാൻ വയ്യല്ലോ. മഹാനവറുകൾ വേഗം തയമ്മം ചെയ്തു. അപ്പൊ ജനാബത്തായിട്ടുണ്ട് എന്ന് മുപ്പര് കൂടുതൽ ആളുകളോട് പറഞ്ഞു, എനിക്ക് കുളിക്കണം, ജനാബത്തുണ്ട്. പക്ഷെ കുളിക്കണതാരും കണ്ടില്ല, തയമ്മം ചെയ്തതും കണ്ടില്ല. ബഹുമാനപ്പെട്ടവര് സുബൈക്ക് ഇമാം എന്ന് അല്ലാഹു അക്ബർ. അപ്പൊ സ്വഹാബികളൊക്കെ ഇടങ്ങേറായിട്ട് അവര് വിചാരിച്ചത് ബഹുമാനപ്പെട്ട തയമ്മം ചെയ്തെന്ന് അവർ അറിഞ്ഞിട്ടുമില്ല, വൊദു കൊടുത്തത് കണ്ടിട്ടുമില്ല, കുളിച്ചിട്ടുമില്ല. പിന്നെ ഇപ്പൊ എങ്ങനെ നിസ്കാരം ശരിയാവുക? അവര് നിസ്കരിച്ചു, പിന്നിൽ നിസ്കരിച്ചു. പക്ഷേ പരാതി പോകുന്നു മുഅല്ലിമുൽ ഖൈർ അഷ്റഫുൽ ഖൽഖ് തങ്ങളുടെ മുമ്പിലേക്ക്. നബിയേ, യാത്ര കഴിഞ്ഞ് വന്നപ്പോഴേ നബിയെ ഒരു പരാതിയുണ്ട് റസൂലേ. ഞങ്ങളുടെ നേതാവും ഞങ്ങളുടെ ക്യാപ്റ്റനുമായ അംർ ഇബ്നുൽ ആസ് റളിയല്ലാഹു അൻഹു ജനാബത്തുണ്ടായിട്ട് കുളി നിർബന്ധമായിട്ട് കുളിക്കാതെ ഞങ്ങൾക്ക് ഇമാം നിസ്കരിച്ചിട്ടുണ്ട്. നബിയെ ഒന്ന് പറഞ്ഞു കൊടുക്കുക. അപ്പൊ നബി തങ്ങളെ വിളിച്ചു അംർ ഇബ്നുൽ ആസ് റളിയല്ലാഹു അൻഹുവിനെ. യാ അംർ അസല്ലൈത ബിഅസ്ഹാബിക വഅൻത ജുനുബ്. അംർ ഇബ്നുൽ ആസ്, ജനാബത്തുണ്ടായി നിങ്ങൾ ഇമാമു നിന്നോ? ഇമാമു നിൽക്കേ. ഒറ്റ നിസ്കരിച്ചത് മാത്രമല്ല, ഇമാമ. വൊദു എടുത്ത് കണ്ടിട്ടില്ല, കുളിച്ചിട്ടുമില്ല. മഹാനവറുകൾ പറഞ്ഞു, യാ റസൂലല്ലാഹ്, അല്ലാഹുവല്ലേ പറയുന്നത്, വലാ തഖ്തുലൂ അൻഫുസകും ഇന്നല്ലാഹ കാന ബികും റഹീമാ. നിങ്ങളാരും സ്വയം ആത്മഹുതി ചെയ്യരുത്. നിങ്ങളെ നാശത്തിലേക്ക് എടുത്തു കളയരുത്. നിങ്ങളുടെ ശരീരങ്ങളെ ബുദ്ധിമുട്ടാക്കരുത്. ഇന്നല്ലാഹ കാന ബികും റഹീമാ. അല്ലാഹു നിങ്ങളോട് റഹ്മത്ത് ചെയ്യുന്നവനാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചിരിക്കുകയാണ്. യാ റസൂലല്ലാഹ്, നബിയേ, ഞാൻ തയമ്മും ചെയ്തിട്ടുണ്ടായിരുന്നു നബിയേ. തയമ്മും ചെയ്തു. ഈ തണുത്ത ഐശ്വര്യൊക്കെ കുളിച്ചാ മരവിച്ചു പോകൂലേ നബിയെ? അങ്ങനെ ചെയ്യണമെന്ന് അല്ലാഹു പറഞ്ഞില്ലല്ലോ. അത്ര തണുപ്പിലാണ്. തയമ്മും ചെയ്യാലോ. ഞാൻ തയമ്മും ചെയ്താണ് നബിയെ നിസ്കരിച്ചത്. കുളിക്കും തയമ്മും ചെയ്യാം, വുദൂനും തയമ്മും ചെയ്യാം. മുഖവും കൈയും തടവണം നിയ്യത്തോടുകൂടെ. സഈദൻ ത്വയ്യിബൻ, നല്ല ശുദ്ധമായ ഭൂമിയിലെ മണ്ണ് ഉപയോഗിച്ചുകൊണ്ട് മഹാനവറുകൾ അത് ചെയ്തിട്ടുണ്ട്. പക്ഷേ സ്വഹാബികൾ കണ്ടിട്ടില്ലായിരുന്നു. ഫതബസ്സമ റസൂലുള്ളാഹ്, മഹാനവറുകൾ അത് ചെയ്തു എന്ന് മാത്രമല്ല അതിന് തെളിവ് ഉദ്ധരിച്ച് ഖുർആനിൽ നിന്ന്, ആത്മഹത്യ ചെയ്യരുത് എന്നതിന്റെ തെളിവും ഇത് തന്നെയാണ്. നിങ്ങൾ നിങ്ങളെ കൊല ചെയ്യരുത്, ജീവൻ ഒടുക്കരുത്. SLC തോറ്റെന്ന് വിചാരിച്ചിട്ട് അതൊന്നും ദുന്യാവിന്റെ അവസാനമൊന്നുമല്ല. ജയിക്കാലോ. വയസ്സായിട്ട് SLC എഴുതുന്നവരില്ലേ, അതൊന്നും കണ്ടുകൊണ്ട് കുട്ടികളെ ആത്മഹത്യക്ക് ഒരുങ്ങി അങ്ങനെയൊന്നും ചെയ്യല്ലേ, ചിന്തിച്ചു പോവല്ലേ. ഞാൻ പറയുന്ന പോലില്ല, പറഞ്ഞാൽ പിന്നെ അതിനെ പറ്റി ആലോചിച്ചു പോയിട്ടു അല്ലേ. സ്വഹീഹൈനിൽ ഇമാം ബുഖാരി, ഇമാം മുസ്ലിം റഹിമഹുമുല്ലാഹ് അല്ലാഹുവിന്റെ റസൂലിന്റെ ഒരു ഹദീസ് ഉദ്ധരിക്കുന്നുണ്ട്. മഹാനായ കഅബ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹുവിന്റെ. അവിടെ നബി പുഞ്ചിരിച്ചത് ഒരു ദേശത്തിന്റെ പുഞ്ചിരിയായിരുന്നു. തബൂക്കിലേക്ക് പോകുമ്പോ ജയ്ഷുൽ ഉസ്റ എന്ന് പറയുന്ന സൈന്യം, തബൂക്ക്, ഇന്ന് തബൂക്ക് ഇന്റർനാഷണൽ എയർപോർട്ട് ഉണ്ട്. തബൂക്ക് ഏറ്റവും വലിയ മനോഹരമായ പച്ചപ്പുള്ള സൗദിയിലെ ഒരു പ്രദേശമാണ് തബൂക്ക്.
അത് നബിയുടെ ഒരു മുഅ്ജിസത്താണ്. ആ മുഅ്ജിസത്ത് തബൂക്കിലെ കോട്ടയിൽ എഴുതി വെച്ചിട്ടുണ്ട് വലിയൊരു ഫ്രെയിമിൽ. ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മുആദ് ഇബ്നു ജബൽ, മുആദ് ഇബ്നു ജബൽ എന്നവരോട് അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, യാ മുആദ് ഇൻ താലത് ബികൽ ഹയാ, മുആദേ നിങ്ങൾക്ക് ഒരുപാട് കാലം ജീവിക്കാൻ ഭാഗ്യമുണ്ടാവുകയാണെങ്കിൽ ലറഅയ്ത മാ ഹാദിഹി ജന്നാത്തിൻ വഉയൂന, ഈ പ്രദേശം അരുവികളും തോട്ടങ്ങളും ഉള്ളതായി നിങ്ങൾക്ക് കാണാൻ കഴിയും മുആദേ. ഇന്നവിടെ 2 വലിയ കമ്പനികളുണ്ട്, പച്ചക്കറി നടത്തുന്ന കമ്പനി, കൃഷി ചെയ്യുന്ന കമ്പനി. അതിന്റെ ഒരു പേര് ആസ്ട്ര എന്നാണ്. ആസ്റ്റർ മെഡിക്കൽസ് ഒക്കെ ഇവിടെ ഉണ്ട്. ആസ്ട്ര എന്ന് പറയുന്ന ഒരു കമ്പനി, പിന്നെ വേറൊരു കമ്പനി ഞാൻ മറന്നുപോയി. 2 കമ്പനികൾ തബൂക്കിൽ ആയിരക്കണക്കിന് ഹെക്ടറുകൾ കൃഷി ചെയ്യാണ്. അവിടെ ഉണ്ടാവാത്ത സാധനങ്ങളില്ല. നമ്മൾ ആലോചിച്ചു, റബ്ബേ മരുഭൂമിയിൽ എങ്ങനെ കൃഷി നടത്താനാണ്? ഈത്തപ്പന ഉണ്ടാവുന്നല്ലാണ്ട് തക്കാളി മുതല് ജർജീർ മുതല് പിന്നെ സ്പൈസുകള് ഗോതമ്പ് വരെ കൃഷി ചെയ്യുന്നുണ്ട് തബൂക്കിൽ. ഗോതമ്പ് കൃഷി ചിന്തിക്കാൻ പറ്റുമോ? അപ്പൊ ഷാർജയിൽ തുടങ്ങി, ഷാർജ ഷെയ്ഖിന്റെ കീഴിൽ ഗോതമ്പ് കൃഷി കണ്ടിട്ടുണ്ടായിരിക്കും. എത്രയോ ഹെക്ടർ സ്ഥലം മണ്ണ് കൊണ്ടുവന്ന് നിറച്ചിട്ട് ഗോതമ്പ് കൃഷിയാണ്. തബൂക്കിൽ നടക്കുന്നുണ്ട് കൃഷി. തബൂക്കിൽ നിന്ന് ഇന്ത്യയിൽ ഉള്ളിക്ക് ക്ഷാമുള്ള കാലത്ത് തബൂക്കിൽ നിന്ന് ഇന്ത്യയിലേക്ക് ഇമ്പോർട്ട് ചെയ്തിരുന്നു എന്ന് പത്രത്തിൽ വായിച്ചിട്ടുണ്ടായിരിക്കും. തബൂക്കിൽ നിന്ന്, സൗദിയിൽ നിന്ന് ഇന്ത്യയിലേക്ക് ഒരു ഉള്ളിന്റെ പ്രശ്നം ഉണ്ടായിരുന്ന കാലം ഉണ്ടായിരുന്നില്ല. എനിക്ക് തോന്നുന്നു 98-ലോ 9-ലോ 2000-ന്റെ ആ ഒരു കാലഘട്ടത്തിൽ അന്ന് സൗദി നിങ്ങട്ട് ഉള്ളി എങ്ങനെയുണ്ട്, അത്രമാത്രം കൃഷി തബൂക്കിൽ നിന്നുണ്ട്. അത് ഹബീബിന്റെ ഒരു മുഅ്ജിസത്താണ്, നബി തങ്ങളുടെ പ്രഡിക്ഷനാണ്, അവിടുന്ന് പ്രവചിച്ചതാണ്. മുആദേ ഇവിടെ ഇനി തോട്ടങ്ങളായി കാണാൻ കഴിയും. അന്ന് തബൂക്കിൽ ഒരു ചെറിയ വെള്ളമുണ്ട്, അരുവി. തങ്ങൾ പറഞ്ഞു, സ്വഹാബികളെ ഞാൻ എത്തുന്നവരെ നിങ്ങൾ ആരും അങ്ങോട്ട് ഓടിച്ചെല്ലരുത്. ദാഹിച്ചിട്ടാ പോകുന്നത് തബൂക്കിലേക്ക്. മദീനയിൽ നിന്നൊരു ഏകദേശം 600 കിലോമീറ്ററോളം ദൂരമുണ്ട് തബൂക്കിലേക്ക്. ഞാൻ കഴിഞ്ഞ 2-3 മാസങ്ങൾക്ക് മുമ്പ് ഇതിലേക്ക് യാത്ര പോയിരുന്നു. ആ ഒരു അരുവി സ്വഹാബികൾ തളർന്നു വെള്ളമില്ലാണ്ട്. ഒരുപാട് മുഅ്ജിസത്ത് വേറെ നടന്ന യാത്രയാണത്. പക്ഷെ തങ്ങൾ പറഞ്ഞു, ഞാൻ എത്തുന്നവരെ നിങ്ങൾ ആരും അവിടെ നിന്ന് വെള്ളമെടുക്കരുത്. പക്ഷെ 2 സ്വഹാബിമാർ ദാഹത്തിന്റെ ഊക്കൊണ്ട് അവർ ഓടിച്ചെന്ന് ആ ചെറിയൊരു ഉറവയാണ്, അതിൽ കുറെ കല്ല് അവര് വടികൊണ്ട് കുത്തി ഇച്ചിരി ആഴമാക്കി വെള്ളം കിട്ടാൻ വേണ്ടി അവർ നോക്കുകയാണ്. പക്ഷേ വെള്ളം കിട്ടിയില്ല. തങ്ങളവിടെ എത്തി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. തങ്ങൾ പറഞ്ഞു, ഞാൻ പറഞ്ഞില്ലേ നിങ്ങൾ ആരും ഇത് ചെയ്യരുതെന്ന്. അങ്ങനെയാണ് ഹദീസ്. നിങ്ങളിതിങ്ങനെ കുത്തി ഇങ്ങനെ ആഴുണ്ടാക്കുകയായിരുന്നല്ലേ ഇന്നലെ മുതൽ. എന്തുണ്ടായി? വെള്ളം കിട്ടിയോ? ഇല്ല നബിയെ, ഞങ്ങൾക്ക് മാപ്പ് തരണം. ദാഹത്തിന്റെ വിഷമം കൊണ്ട് ഞങ്ങൾ ഓടി വന്ന് ചെയ്തതാ നബിയെ. തങ്ങൾ ചെയ്യരുതെന്ന് പറഞ്ഞതായിരുന്നു, പക്ഷെ അവര് അറിയാതെ അങ്ങ് ചെയ്തു പോയി. പക്ഷെ അല്ലാഹുവിന്റെ റസൂല് അതിൽ നിന്ന് വെള്ളമെടുത്ത് മുഖം കഴുകി. ഹബീബായ നബി തങ്ങൾ കൈ കഴുകുന്നു, വുളു എടുത്തു. ആ വെള്ളം ഇന്നും തബൂക്കിലുണ്ട്. ഐനു തബൂക്ക് എന്നറിയപ്പെടുന്ന തബൂക്കിലെ അരുവി. അവിടെ വെള്ളമുണ്ട്. വലിയ ജലാശയം പോലെ കിടക്കുന്ന കിണറുകളുണ്ട്. അവിടെ തുറന്നു കിടക്കുന്ന അരുവി. ഇപ്പോഴും അവിടെ ചെന്ന് നമ്മുടെ മലയാളികളൊക്കെ അവിടെ ചെന്ന് കാണാറുണ്ട്. ഞാൻ അവിടെ ചെന്നപ്പോൾ ഒരുപാട് വേറെ നമ്മുടെ മലയാളികളായ ഒരുപാട് സുഹൃത്തുക്കളെ കാണാൻ പറ്റി. അവിടെ തബൂക്കിലെ അരുവി, ശുദ്ധമായ വെള്ളം ഇങ്ങനെ ഉറവയായി വന്നുകൊണ്ടിരിക്കുക. അത് പുണ്യ നബിയുടെ വുളൂഇന്റെ പുണ്യമാണ്, അതിന്റെ മുഅ്ജിസത്താണത് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എന്നിട്ട് പറഞ്ഞു, മുആദേ വെള്ളമില്ലാത്ത ഈ പ്രദേശം ഇനി തോട്ടങ്ങളായി മാറുന്നത് കാണാം. വെറുതെ തബൂക്ക് എന്ന് ഗൂഗിൾ അടിച്ചിട്ടേ ഒന്ന് സൂം ചെയ്ത് നോക്കിയാൽ റൗണ്ടായി കിടക്കുന്ന ഒരുപാട് 100 കണക്കിന് കൃഷിയിടങ്ങൾ നിങ്ങൾക്ക് കാണാൻ കഴിയും. ഒന്ന് ഗൂഗിൾ മാപ്പിൽ ചെയ്ത് നോക്കിയാൽ മതി. തബൂക്ക് പുണ്യനബി തങ്ങൾ യാത്ര പോയ സ്ഥലമാണത് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അവിടെയാണ് തബൂക്ക് യുദ്ധം നടന്നത്. അതൊരു വലിയ ക്ഷാമത്തിന്റെ കാലഘട്ടത്തിലായിരുന്നു. അതിലേക്ക് പോകാൻ നാളെ പോകാം, രാവിലെ പുറപ്പെടാം, രാത്രി പോകാം എന്ന് പറഞ്ഞ് അതിൽ ചേരാൻ കഴിയാതെ പോയ കഅബ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു, അദ്ദേഹത്തിന്റെ ചരിത്രം നമ്മൾ ഇതൊരു വാദിൽ പറഞ്ഞിട്ടുണ്ട്, അതുകൊണ്ട് ഞാൻ ഇതിലേക്ക് പോകുന്നില്ല. മഹാനായ കഅബ് എന്നവർ സത്യം പറഞ്ഞു നബിയോട്. ഒരുപാട് മുനാഫിക്കുകൾ നബിയെ തലവേദനയായിരുന്നു, വയറുവേദനയായിരുന്നു, അതുകൊണ്ട് ഞാൻ വന്നില്ല എന്ന് പറഞ്ഞു മദീനത്തേക്ക് തിരിച്ചെത്തിയപ്പോ. പക്ഷേ കഅബ് റളിയല്ലാഹു അൻഹു ഒരിക്കലും അല്ലാഹുവിന്റെ റസൂലിനോട് ഞാൻ നുണ പറയില്ല, ശപഥം ചെയ്തതാണ്. ഒരിക്കലും ഞാൻ നുണ പറയില്ല. എന്നെ നബി എന്ത് ശിക്ഷിച്ചാലും എനിക്ക് കുഴപ്പമില്ല. അങ്ങനെ സത്യം പറയാൻ ചെന്നു. അതൈതു റസൂലല്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ലമ്മാ ഖദിമ മിൻ തബൂക്ക്.
അങ്ങനെ തബൂക്കിൽ നിന്ന് നിബിതങ്ങൾ തിരിച്ചു വന്നപ്പോൾ നിബിതങ്ങളെ ഞാൻ കാണാൻ ചെന്നു. ഫലമ്മാ റആനി തബസ്സമ തബസ്സുമൽ മുഗ്ളബി അലൈഹി, ദേഷ്യപ്പെടുന്ന ഒരാളുടെ പുഞ്ചിരി നബി എന്നോട് പുഞ്ചിരിച്ചു സല്ലല്ലാഹു അലൈഹി വസല്ലം. അത് ദേഷ്യത്തിന്റെ പുഞ്ചിരി. എന്തുകൊണ്ട് കഅബേ നിങ്ങൾക്ക് സമ്പത്തുണ്ടല്ലോ, എന്തുകൊണ്ട് നിങ്ങൾ വന്നില്ല എന്നാണ് ഇതിനർത്ഥം. യാ അല്ലാഹ്, എന്തുകൊണ്ട് വന്നില്ല? ആ പുഞ്ചിരി ഒരു ദേശത്തിന്റെ പുഞ്ചിരിയായിരുന്നു ഹബീബിൻ്റെത്. അവിടുന്ന് ചിരിച്ച മറ്റൊരുപാട് അനുഭവങ്ങളുണ്ട്. നബിയുടെ കരച്ചിലുകളും ഹദീസുകളിൽ കാണാൻ കഴിയും. അവിടുന്ന് എന്തിന് കരഞ്ഞു? ഒന്ന്, നബി തങ്ങൾ കരഞ്ഞത് നമ്മൾ അറിയണേ. ഇത് ആയിഷ ബീവി റളിയല്ലാഹു അൻഹയുടെ ജീവിതത്തിലെ ഒരിക്കലും മറക്കാൻ കഴിയാത്ത അനുഭവമാണ്. ആയിഷ ബീവിയോട് മഹാനായ അത്വാ റളിയല്ലാഹു അൻഹു വന്ന് ചോദിച്ചൊരു ചോദ്യമുണ്ട്. ഉമ്മാ, നിങ്ങൾ ഹബീബിന്റെ കൂടെ ജീവിച്ച ഉമ്മയല്ലേ, ഹബീബിന്റെ ഭാര്യയല്ലേ? അങ്ങേക്ക് മറക്കാൻ കഴിയാത്ത ഒരനുഭവം നിങ്ങൾ പറഞ്ഞു തരുമോ? ഇപ്പൊ പത്രക്കാരങ്ങനെ ചോദിക്കൂല, അങ്ങനെ നിങ്ങളുടെ വാട്ട് ഈസ് ദ മോസ്റ്റ് മെമ്മറബിൾ മൊമെന്റ് ഇൻ യുവർ ലൈഫ് വിത്ത് someone else? നിങ്ങൾ ആരുടെയെങ്കിലും കൂടെ അങ്ങനെ പി ആയിട്ട് ജീവിച്ചിട്ടുണ്ടാവും, അല്ലെങ്കിൽ ഖാദിമായിട്ട് ജീവിച്ചു കാണും, അല്ലെങ്കിൽ അസിസ്റ്റന്റ് ആയിട്ട് ജീവിച്ചു കാണും. എന്തെങ്കിലും അനുഭവങ്ങൾ പറയാനുണ്ടോ നിങ്ങൾ വർക്ക് ചെയ്ത ആളുമായി? അവരുടെ അനുഭവത്തിൽ നിന്ന് ചോദിക്കൂലേ? ആയിഷ ബീവിയോട് ചോദിച്ചു. അത്വാ എന്നവർ താബിഈയാണ്. ഉമ്മ ആയിഷ ബീവി റളിയല്ലാഹു അൻഹയെ വിളിക്കാണ്, നിങ്ങള് ജീവിതത്തിൽ മറക്കാൻ കഴിയാത്തൊരു അനുഭവം പറഞ്ഞിരി. നബി തങ്ങളുടെ കൂടെ ഞങ്ങൾ അറിയാത്ത പലതും നിങ്ങൾക്കറിയാൻ പറ്റുമല്ലോ ആയിഷ ബീവി. എനിക്ക് ഓർമ്മയുണ്ട്, കുല്ലു അംരിഹി കാന അജബാ, എന്റെ റസൂലിന്റെ ജീവിതം മുഴുവനും അത്ഭുതമായിരുന്നു. ആയിഷ ബീവി പറഞ്ഞ വാക്കാണ്. പക്ഷേ ഒരു കാര്യം മറക്കാൻ കഴിയാത്തത്, ഇത് സയൻസിന് പഠിക്കുന്ന മക്കളുണ്ടെങ്കിൽ നിങ്ങളോടൊരു സന്തോഷത്തിന് ഞാൻ പങ്കുവെക്കുകയാണ്. സ്കൂളിൽ പോകാനും പഠിക്കാനൊക്കെ നല്ല താല്പര്യമുള്ള മക്കളാണെങ്കിൽ, സയൻസ് അല്ലെങ്കിലും ഹ്യൂമാനിറ്റീസ് പഠിക്കുകയാണെങ്കിലും കുഴപ്പമില്ല, ലാംഗ്വേജ് പഠിക്കുകയാണെങ്കിലും കുഴപ്പമില്ല, കൊമേഴ്സ് ആണെങ്കിലും സാരമില്ല, നിങ്ങളൊക്കെ കേൾക്കണം, പഠിക്കുന്ന മക്കൾ കേൾക്കണം. നമ്മുടെ റസൂൽ കരഞ്ഞത്, നമ്മുടെ റസൂലിന്റെ കൂടെ ആയിഷ ബീവി റളിയല്ലാഹു അൻഹ ജീവിച്ച കൊല്ലങ്ങളിൽ 5-8 വർഷങ്ങളിൽ ആയിഷ ബീവിക്ക് മറക്കാൻ കഴിയാത്ത ഒരു അനുഭവം പഠിക്കണം, ചിന്തിക്കണം എന്ന് അള്ളാഹു ഉത്ബോധിപ്പിച്ച ഒരായത്ത് അവതരിച്ച രാത്രിയാണ്. അതുകൊണ്ട് സ്കൂൾക്ക് പോകാൻ, സ്കൂൾ പൊളിഞ്ഞാടട്ടെ എന്ന് പറഞ്ഞത് വരക്കാൻ നിൽക്കണ്ട, സ്കൂളിൽ പോയി പഠിച്ചോളി. ആ പഠിക്കണതൊക്കെ കൂലിയാണ്. ഹൈസ്കൂളും ഹയർ സെക്കൻഡറിയും കോളേജും യൂണിവേഴ്സിറ്റിയും PGയും അതിൻ്റെ മീതെ PGയും PhD ഒക്കെ എടുത്തോളി. പഠിക്കാതെ നമ്മൾക്ക് ഇനി രക്ഷപ്പെടുക കഴിയില്ല. നമ്മുടെ റസൂൽ മുഅല്ലിമ, നമ്മൾ വിവരമില്ലാതെ അങ്ങ് നടക്കുക. ഞാനത് ഇന്നലെ ഞാൻ അവിടെ സൂചിപ്പിച്ചു. അത് ദാവൂദ് നബി അലൈഹിസ്സലാം കൊല്ലപ്പണിയെടുക്കുന്ന നബിയാണ്, ഇരുമ്പ് പണിയെടുക്കുന്ന ആളാണ്. ആര്? ദാവൂദ് നബി. ദാവൂദ് നബിന്റെ ആളുകളാ ജൂതന്മാർ. അവരിപ്പോ IT രംഗത്ത് ഭയങ്കര അഡ്വാൻസ് ആയിട്ട് പോയി. ഈസാ നബി അലൈഹിസ്സലാം ആട്ടിടയനാണെന്ന് ഈസ നബിയെ കുറിച്ച് പറഞ്ഞു. ഐ ആം എ ഷെപ്പേർഡ്, ഞാൻ ആട്ടിടയനാണ്. അവരുടെ അനുയായികളായ ക്രിസ്ത്യാനികൾ ഒരുപാട് വിദ്യാഭ്യാസ രംഗത്ത് മുന്നോട്ട് കടന്നു പോവുകയാണ്. ഒരുപാട് രംഗങ്ങളിൽ ലോകത്തിന്റെ അലാ മുസ്തവൽ ആലം, അത് ഇഫ് യു ടേക്ക് ഇറ്റ് ഓൺ എ ഇന്റർനാഷണൽ ലെവൽ, അവര് ആ ഒരു സൈദ്ധാന്തികമായ ഒരു നേതൃത്വത്തിന് കീഴിൽ തന്നെ വിദ്യാഭ്യാസം ഒരുപാട് അവർ കരസ്ഥമാക്കിയിട്ടുണ്ട്. അവരുടെ നബി ഷെപ്പേർഡാണ്. ആരാണ്? ആട്ടിടയനാണ്. ദാവൂദ് നബി ആരാണ്? ഇരുമ്പ് പണിയെടുക്കുന്ന കൊല്ലനാണ്, ബ്ലാക്ക് സ്മിത്സ് അലൈഹിസ്സലാം. നമ്മുടെ റസൂലിന്റെ അനുയായികളാണ് നമ്മൾ, അല്ലേ? നമ്മുടെ റസൂൽ ആരാന്നറിയോ? ഇന്നമാ ബുഇസ്തു മുഅല്ലിമാ, ഐ ആം എ ടീച്ചർ, ഞാനൊരു അധ്യാപകനാണ് എന്ന് പറഞ്ഞ നബിയാ. നമുക്ക് വിദ്യാഭ്യാസം ഇല്ലാണ്ടിരിക്കുക ഒരിക്കലും പറ്റില്ല. നമ്മുടെ റസൂല് മുഅല്ലിമാണ്, അധ്യാപകനാണ്. ഉപ്പ ഹെഡ് മാസ്റ്റർ ആണെങ്കിൽ മോൻ എന്തായാലും മാഷായിട്ട് ജോലി ചെയ്യുക, അല്ലേ? ഉമ്മ ഹെഡ് മിസ്ട്രസ് ആയിരുന്നു, അപ്പൊ എന്ത് ചെയ്യും? കുട്ടി പറയും എനിക്ക് സ്കൂളിൽ പഠിപ്പിക്കണം. നമ്മുടെ റസൂല് മുഅല്ലിമാണ്, അധ്യാപകനാണ്. ഇന്നമാ ബുഇസ്തു മുഅല്ലിമ, ഐ ഹാവ് ബീൻ സെന്റ് ആസ് എ ടീച്ചർ. അപ്പൊ നമുക്ക് പഠിക്കണ്ടേ? വിദ്യാഭ്യാസം ഏറ്റവും നേടേണ്ടത് ഈ ഉമ്മത്താണ്. നമ്മളിപ്പോൾ അതിപ്പോൾ മൊബൈൽ കളിച്ചിരിക്കല പരിപാടി, പഠിക്കലൊന്നുമില്ല. ഉമ്മയും വാപ്പയും പറയുമ്പോൾ ഒരു ഇങ്ങനെ പുസ്തകം എടുക്കുക, അതിന്റെ അടിയിൽ വെച്ചിട്ട് മൊബൈൽ കളിച്ചിരിക്കുക, പഠിക്കുന്നില്ല. ഇന്നമാ ബുഇസ്തു മുഅല്ലിമ, ഞാനൊരു അധ്യാപകനാണെന്ന് പറഞ്ഞ നബിയുടെ ഉമ്മച്ചികളാണ് ഇവിടെ ഇരിക്കുന്ന നമ്മളൊക്കെ. നമ്മളല്ലേ പഠിക്കേണ്ടത്? ദാവൂദ് നബിന്റെ ഉമ്മത്തുകൾ പഠിച്ചു, ബ്ലാക്ക് സ്മിത്ത് ആണ്. ഈസാ നബിയുടെ ഉമ്മത്ത് എന്ന് പറയുന്നവർ പഠിച്ചു, അവർ ഷെപ്പേർഡാണ്. നമ്മുടെ റസൂലിന്റെ ഉമ്മത്ത് എന്ത് ചെയ്തു?
നമ്മുടെ റസൂൽ ടീച്ചറാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. വാട്ട് എ വണ്ടർഫുൾ പ്രൊഫഷൻ. നമ്മൾ എന്ത് ചെയ്തു, നമ്മൾ എന്ത് പഠിച്ചു? എത്രയാ പഠിക്കുന്നത്? പഠനം എന്ത് ദാരിദ്ര്യത്തിലാണെങ്കിലും മക്കളെ പഠിക്കണേ. നിങ്ങൾക്ക് പഠിക്കാനുള്ള സൗകര്യം നമ്മുടെ മഹല്ലിന്റെ സംവിധാനങ്ങളിൽ. പഠിക്കാൻ പ്രയാസമുള്ള ആളുകൾക്ക് മഹല്ലിന്റെ സപ്പോർട്ട് വേണം. മഹല്ല് സഹായിക്കും. അതിനൊക്കെ ഉള്ളതാ നമ്മുടെ മഹല്ലുകൾ. പള്ളി കമ്മിറ്റി എന്ന് പറയുന്നത് പള്ളി ഇന്റർലോക്ക് ചെയ്യാനും മൂത്രപ്പുര ഉണ്ടാക്കാനും പള്ളി ചുരുക്കൂട്ടാനും മാത്രമല്ല, നമ്മുടെ സമൂഹത്തിലെ വിദ്യാർത്ഥിനികളുടെ മുന്നോട്ടുള്ള പഠനത്തിന് നേതൃത്വം കൊടുക്കേണ്ടത് നമ്മുടെ മെഹ്റാബിൽ നിന്നാണ്. നമ്മുടെ ഉസ്താദുമാർ, നമ്മുടെ ഖതീബുമാർ അവരിടപെടണം. നമ്മുടെ വീടുകളിൽ പഠിക്കാൻ, ഉന്നത പഠനം പഠിക്കാൻ കഴിവുള്ള കുട്ടികൾ പഠിക്കാൻ കഴിയാതിരിക്കരുത്. അവരെ പഠിപ്പിക്കണം. എല്ലാവരും പഠിക്കണം. നമ്മൾ ഇഖ്റഇന്റെ ആളുകളാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. ആയിഷ ബീവി പറയട്ടെ റളിയല്ലാഹു അൻഹ, അന്ന് ഒരു രാത്രി എനിക്ക് ഓർമ്മയുണ്ട്. എന്റെ റസൂൽ എന്നോട് പറഞ്ഞു, ദഈനി യാ ആയിഷ അതഅബ്ബദു ലിറബ്ബി. ആയിഷ, ഞാൻ അല്ലാഹുവിന് വേണ്ടി നിസ്കരിക്കട്ടെ, എന്നെ ഒന്ന് വിടണേ എന്നാണ് ഇതിനർത്ഥം. എന്ന് പറയാം, ആയിഷ ഇന്ന് നമ്മൾ സ്വറ പറഞ്ഞിരിക്കുന്ന നേരല്ല കേട്ടോ, ഇന്ന് ഞാൻ കുറച്ച് നിസ്കരിക്കട്ടെ. സുന്ദരിയായ ചെറുപ്പക്കാരിയായ ഒരു ഭാര്യയോട് അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞ വാക്കാണത്. ആയിഷ ഇന്ന് നിസ്കരിക്കുകയാണ്, ഒന്നും എന്നോട് വിഷമം വിചാരിക്കരുത്. പറഞ്ഞു, നബിയേ അങ്ങയുടെ ഇഷ്ടം എന്റെ ഇഷ്ടമാണ്. നബി തങ്ങൾ wudu എടുത്തു, എന്റെ റൂമിലേക്ക് വന്നു. തൊട്ടുപുറത്ത് പള്ളിയുണ്ട്, പക്ഷെ വീട്ടിൽ നിന്ന് സുന്നത്ത് നിസ്കരിക്കണം. പുരുഷന്മാർ പള്ളിയിൽ പോയിട്ട് നിസ്കരിക്കണം ഫർള്, വീട്ടിൽ നിന്ന് നിസ്കരിക്കണം എന്ത് സുന്നത്ത്. അങ്ങനെയാണ് അതിന്റെ പുണ്യം കൂടുതൽ. ഇല്ലേ വീട്ടിൽ ചെന്ന നമസ്കാരം നടക്കൂല, കുട്ടികളുടെ കൂടെ ആയി പോകുന്ന പള്ളി നിസ്കരിച്ചിട്ട് പോയിക്കോ, സുന്നത്തും പള്ളിയിൽ തന്നെ ആയിക്കോട്ടെ. അല്ലെങ്കിൽ ഏറ്റവും നല്ലത് സുന്നത്ത് നിസ്കാരം വീട്ടിലാണ്. ലാ തജ്അലൂ ബുയൂതകും മഖാബിർ. നിങ്ങളുടെ വീടുകൾ കുഴിമാടങ്ങളാക്കി കളയരുത്, വീടുകളിൽ നിസ്കരിക്കണം എന്ന് നബി തങ്ങൾ പറഞ്ഞു സല്ലല്ലാഹു അലൈഹി വസല്ലം. സുന്നത്ത് നിസ്കാരം എന്ന അതിന്റെ അർത്ഥം. ഫർള് വീട്ടിൽ നിന്നല്ല, ഫർള് പള്ളിയിൽ നിന്നാണ്. ഫർള് പള്ളിയിലാണ്. ഒറ്റ കാര്യം കൂടെ പറയട്ടെ, ഈ ഉമ്മത്തിന്റെ നമ്മൾ നന്നായിട്ടുണ്ടോ ഇല്ലേ എന്നറിയാൻ ഒരു ചെറിയ പോംവഴിയുണ്ട്. ഈ ഉമ്മത്ത് എന്തൊക്കെ നമ്മൾ പറഞ്ഞപ്പോ ഇത്ര ആള് വന്ന് വേദ കേൾക്കാൻ ഒക്കെ ശരിയാ. നമ്മുടെ നാട് നന്നായിട്ടുണ്ടോ ഇല്ലേ എന്നറിയാൻ സുബ്ഹി നിസ്കാരത്തിൽ ഇമാമിന്റെ ബാക്കിൽ എത്ര ആളുകൾ നിസ്കരിക്കുന്നവരുണ്ട് സുബ്ഹി എന്ന് നോക്കുമ്പോഴാണ് ഈ ഉമ്മത്തിന്റെ മഹത്വം ബോധ്യപ്പെടുള്ളൂ. അല്ലാത്തതൊന്നും കണക്കിലെടുക്കണ്ട. സമ്മേളനത്തിന് ആള് കൂടുന്നതൊന്നല്ല വിഷയം. നിങ്ങൾ സുബ്ഹി നിസ്കാരത്തിന് ജമാഅത്തിന് എത്താറുണ്ടോ? എത്ര പേർ? അവിടെയാണ് ഒരു നാടിന്റെ മഹത്വം അറിയുന്നത്. ആ സുബ്ഹി ജമാഅത്തിലാണ് ഈ ഉമ്മത്തിന്റെ നന്മ മനസ്സിലാക്കാൻ കഴിയും. അല്ലാതെ ജുമുഅക്ക് ആള് കൂടുന്നതും പെരുന്നാൾക്ക് ആള് കൂടുന്നതും അതൊന്നും വിഷയമല്ല. അതൊക്കെ എല്ലാവരും വരും. സുബ്ഹിക്ക് വരുന്നുണ്ടോ? അവിടെയാണ് നിങ്ങളും അല്ലാഹുവും തമ്മിലുള്ള ഭേദ്യമായ ബന്ധം കിടക്കുന്നത്. അതില്ലേ നമ്മൾ പോക്കാം, കഴിഞ്ഞു. പിന്നെ ഇങ്ങനെ വിളിച്ചിട്ട് കാര്യമില്ല, ഉത്തരം കിട്ടൂല. എന്തേ? നമ്മൾ അല്ലാഹുക്ക് കൊടുക്കേണ്ടതൊന്നും കൊടുക്കണില്ല, ഒക്കെ ഇങ്ങോട്ട് കിട്ടാൻ നോക്കുകയാണ്. പറ്റില്ല. ഗിവ് ആൻഡ് ടേക്ക്. പുണ്യനബി തങ്ങളുടെ മുമ്പിൽ ആയിഷ റളിയല്ലാഹു തആല അൻഹയുടെ വീട്ടിൽ അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആ രാത്രിയിൽ നിന്ന് നിസ്കരിക്കുകയാണ്. ആയിഷ ബീവി റളിയല്ലാഹു അൻഹ പറഞ്ഞു, എന്റെ റസൂൽ നിസ്കരിക്കുന്ന ആ നിസ്കാരം എനിക്ക് ഓർമ്മയുണ്ട്. ജീവിതത്തിൽ മറക്കാൻ കഴിയാത്ത അനുഭവം. ദീർഘനേരം നിസ്കരിച്ചു. അല്ലാഹുവിന്റെ റസൂൽ കരയുന്നുണ്ട്. ഫസമിഅതു ലഹു സമിഅതു ലിഖൽബിഹി ഖനീനൻ, ഒരു തേങ്ങിക്കരച്ചിൽ, ഒരു പതക്കുന്ന ശബ്ദം വരുന്നതാണ്. ഞാനതിങ്ങനെ കേൾക്കുന്നുണ്ട്. റുകൂഇലേക്ക് പോയി, ഒരുപാട് നേരം റുകൂഇൽ. ഇഅ്തിദാലിലേക്ക് വന്നു, സുജൂദിൽ പോയി, ഒരുപാട് നേരം സുജൂദിൽ കടന്നു. എന്റെ ഹബീബിന്റെ കരച്ചിൽ കൊണ്ട് കണ്ണുനീരിന്റെ നനവ് മണ്ണിൽ ഹബീബായ നബി തങ്ങൾ തല ഉയർത്തിയപ്പോൾ ഞാൻ എന്റെ കൈ കൊണ്ട് ഇരുട്ടിൽ രാത്രിയിൽ ആ മണ്ണൊന്ന് തപ്പി നോക്കി. എന്റെ ഹബീബിനെ നോക്കിയതാണ്, അവിടെ നനഞ്ഞിട്ടുണ്ട് ഹബീബിന്റെ കണ്ണുനീര് കൊണ്ട്. 2 റക്അത്താണ് നബി എന്ന് നിസ്കരിച്ചത്. 6-7 മണിക്കൂർ നേരം ഹബീബായ നബി തങ്ങൾ നിന്ന് നിസ്കരിച്ചത് 2 റക്അത്ത്. അതും ഹബീബിന്റെ ജീവിതമാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പോഴേക്കും ബിലാൽ ഇബ്നു റബാഹ് റളിയല്ലാഹു അൻഹു അതിൽക്കൽ വന്നു. നബി തങ്ങളോട് ചോദിക്കുകയാണ്, നബിയേ വാങ്ക് വിളിക്കട്ടെയോ? വാങ്ക് വിളിക്കട്ടെ. വാങ്ക് വളരെ മനോഹരമാണ്. വാങ്ക് വിളിക്കുന്ന ആൾക്കാരോട് ഒന്ന് ചെറിയൊരു അപേക്ഷയാണ്, ഒരു വെറുപ്പ് എന്നോട് വിചാരിക്കരുതേ. വാങ്ക് ഒന്ന് മനോഹരമായിട്ട് കൊടുക്കണേ. ഈ ഉറങ്ങിച്ച ആർക്കോ വേണ്ടി കൊല്ലി കുടിച്ച പോലെ കൊടുക്കരുത്. ഒരു ഈണത്തിലും നല്ല മൈക്ക് വെച്ച് കൊടുക്കുക. പള്ളി കമ്മിറ്റിക്കാര് നല്ല മനോഹരമായി വാങ്ങ് കൊടുക്കുക. ഇത് ആർക്കോ വേണ്ടി ഇങ്ങനെ ഒരു വെച്ച് കീറല്, അത് കേൾക്കുമ്പോൾ തന്നെ ഭ്രാന്ത് വരും.
നമ്മുടെ ചുറ്റുമുള്ള ആളുകൾ നമ്മുടെ മതവിശ്വാസികളല്ലാത്തവരടക്കം ഈ നാട്ടിലുണ്ടെന്ന് നമ്മൾ അറിയണം. കുറച്ചു കാലം ഇതൊന്നും ഉണ്ടാവില്ല. ഉള്ളതൊരു മനോഹരമായി കൊടുക്കുക. അത് ആർക്കാനും വേണ്ടി ഒക്കാനിക്കാത്ത പരിപാടി ചെയ്യുക. ഒരു മനോഹരമായ വാങ്ക് എന്ത് രസമായിരിക്കും. ഒരുപാട് നീട്ടും വേണ്ട. പിന്നെ എനിക്കൊരു അപേക്ഷയുണ്ട്. അടുത്തടുത്ത് ഒരുപാട് പള്ളികളുണ്ടെങ്കിൽ എൻ്റെ ഒരു അപേക്ഷ പറയാണ്, നിങ്ങൾക്ക് വേണമെങ്കിൽ എടുക്കാം. പള്ളി കമ്മിറ്റിക്ക് പലത് ചീത്തയും പറഞ്ഞേക്കാം, ഒന്നും കുഴപ്പമില്ല. പക്ഷെ ഞാൻ കാര്യം പറയാണ്, ഒരു ടൗണിൽ 4-5 മസ്ജിദുകളിൽ ഒരേ സമയം വാങ്ക് വരുമ്പോഴേ ഒന്നിനും ഉത്തരം കൊടുക്കാൻ പറ്റൂല. അവിടുത്തെ ആദ്യത്തെ പഴയ പള്ളി ഏതാണോ, ജുമുഅത്ത് പള്ളി, ഒരു ഉദാഹരണം പറയാം, നിങ്ങൾ ഒരു ഇത്തിഫാക്കായിക്കോളി, ഒരു പള്ളിയിൽ നിന്ന് വാങ്ക്, ബാക്കിയുള്ളവർ വാങ്ക് കൊടുത്തോട്ടെ. എങ്ങനെ? ചെറിയ ശബ്ദത്തിൽ, അല്ലെങ്കിൽ മൈക്കല്ലാതെ, എങ്ങനെയാവട്ടെ, ഒരു വാങ്ക്. 4-5 പള്ളികൾ ഫേസ് ടു ഫേസ്, തൊട്ടപ്പുറപ്പുറമുള്ള പള്ളികളിൽ നിന്നൊക്കെ വാങ്ക് ഒരുപോലെ കൊടുക്കേണ്ട കാര്യമുണ്ടോ? ആ പള്ളിയിലേക്ക് നിസ്കരിക്കാൻ വരുന്ന സമയമായിട്ടുണ്ടെന്ന് അറിയിക്കലല്ലേ? അപ്പോ കേൾക്കുന്നവർക്കും അത് ബുദ്ധിമുട്ടാണ്, അതൊരു വൃത്തികേടായി തോന്നുക. ഒന്നിന് ക്രോസ് ആയിട്ടാണ് അടുത്ത ലൈന് വരിക. എന്ത് ചെയ്യാ? നിങ്ങളൊരു ഇത്തിഫാക്കാവുക. ആ നാട്ടിലെ ആളുകൾ ഒരു പ്രശ്നവും ബുദ്ധിമുട്ടും ഇല്ലാത്ത രീതിയിൽ പറ്റുമെങ്കിൽ ആ നാട്ടിലെ പ്രധാനപ്പെട്ട ജുമുഅത്ത് പള്ളി, പരിസരത്തുള്ള നല്ലൊരു പഴയ കാലത്തെ പള്ളി, ആദ്യം സ്ഥാപിക്കപ്പെട്ട പള്ളി, അങ്ങനെയൊക്കെ ആവാലോ, അവിടുന്ന് കൊടുക്കട്ടെ. ബാക്കിയുള്ളവരൊക്കെ ചെറിയ ശബ്ദത്തിൽ കൊടുക്കുക. എന്നാൽ വാങ്ക് ആയും ചെയ്ത് എല്ലാവർക്കും അത് കേൾക്കാനും കഴിയും, നമുക്കത് ജവാബ് കൊടുക്കാനും പറ്റും. മറ്റേത് എത്ര വാങ്കുകളാണ് അങ്ങോട്ടും ഇങ്ങോട്ടും ഒരേ സമയം. അപ്പൊ അതിനേക്കാളൊക്കെ നല്ലത് ഇങ്ങനെ യൂണിഫോം ചെയ്യുകയല്ലേ എന്നൊരു അഭിപ്രായം. പള്ളികളിൽ നിന്നൊക്കെ വാങ്ക് വിളി വരണം. പക്ഷേ ഉറക്കെ കൊടുക്കുന്ന സംവിധാനങ്ങളിൽ പരസ്പരം ഒരു ധാരണയിലെത്തിയാൽ, അത് ഇതുപോലെയുള്ള ഒരു നാട്ടിലെ നമ്മൾ ജീവിക്കുന്നത്, ആ സാഹചര്യം കൂടെ പരിഗണിക്കണം എന്നൊരു അപേക്ഷയുണ്ട്. ഉസ്താദുമാരൊക്കെ അതിന്റെ മസലയൊക്കെ ആലോചിച്ചിട്ട് പറഞ്ഞു തരും. നിങ്ങൾ ഇൻഷാ അല്ലാഹ് അതിനെ സംബന്ധിച്ചൊന്ന് ചിന്തിക്കണം. നമ്മൾ ആർക്കും ഭാരമാവരുത്. ലാ തകുൻ കല്ലൻ അൽ ഗൈർ. നമ്മൾ വസത്തിന്റെ ആളുകളാണ്, തീവ്രതയുടെ ആളുകളല്ല. അതുകൊണ്ട് അത് മനോഹരമായി കേൾക്കണം. ബിലാൽ റളിയല്ലാഹു അൻഹുവിന്റെ മനോഹരമായ വാങ്കിനെ കുറിച്ച് നമ്മൾ എത്രയാ കേൾക്കുന്നത്. ആ വാങ്ക് കേൾക്കാൻ സ്വഹാബിമാർ എത്രയാണ് കൊതിച്ചത്. മാഷാ അല്ലാഹ്. അല്ലാഹു റബ്ബുൽ ഇസ്സത്തിന്റെ വചനങ്ങൾ ഉമ്മത്തിന് പകരമായി വിളിച്ചു പറയുന്ന നമ്മുടെ അംബാസഡർമാരാണ് മുഅദ്ദിനുമാർ. അല്ലാഹുവിന് വേണ്ടി മുഅദ്ദിന്റെ പണിയെടുത്ത ഒരാൾക്ക് അല്ലാഹു തആല നാളെ വെളിച്ചത്തിന്റെ പ്രകാശത്തിന്റെ കിരീടം നൽകുമെന്ന്, സ്വർഗം നൽകുമെന്ന് ഹദീസിലുണ്ട്. വാങ്ക് വിളി ചെറിയ അമലല്ല, വലിയ കൂലിയുള്ള കാര്യമാണ്. അല്ലാഹു അതിന് നമ്മുടെ മുഅദ്ദിനുമാർക്കൊക്കെ തൗഫീഖ് നൽകട്ടെ. അവരുടെയൊക്കെ സേവനം വലുതാണ്. അവര് എവിടെയൊക്കെ പോയാലും എത്തിയാലും ആ നേരത്തെ അവർ എഴുന്നേറ്റ് വാങ്ക് വിളിക്കുന്നില്ലേ, നമ്മെ വിളിക്കുകയാണ് ഹയ്യ അല സ്വലാത്ത് ഹയ്യ അലൽ ഫലാ. അതിന് ഉത്തരം കൊടുക്കാൻ നമ്മൾ കടപ്പെട്ടവരാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അല്ലാഹുവിന്റെ വിളിക്ക് ഉത്തരം കൊടുക്കുന്നവരായി അല്ലാഹു നമ്മളെ മാറ്റി തരട്ടെ. ബിലാൽ റളിയല്ലാഹു അൻഹു വന്ന് ചോദിക്കുകയാണ്, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ റസൂലേ, വാങ്ക് വിളിക്കാൻ നേരായി നബിയെ, ഞാൻ വാങ്ക് വിളിക്കട്ടെ. അപ്പോഴാണ് സുബഹിയായി വിവരം അറിയുന്നത് ആയിഷ ബീവി റളിയല്ലാഹു അൻഹാ. തങ്ങള് മറുപടി പറയുമ്പോ ഗദ്ഗദമുണ്ട്, തങ്ങളുടെ കണ്ഠമിടറുന്നുണ്ട്. ബിലാൽ തങ്ങൾക്ക് മനസ്സിലായി ഹബീബ് കരയുകയാണ്. എന്റെ റസൂലേ, നിങ്ങൾ എന്തിനാണ് കരയുന്നത്? അങ്ങ് എന്നോട് പറയൂ, എന്തിനാണ് കരയുന്നത്? അങ്ങയുടെ കരച്ചിലിന് കൂടെ ഞാനും കരയാം. എന്തിന് കരയുന്നു നബിയേ? യാ ബിലാൽ, ഉൻസിലത് അലയ്യ ആയാതുൻ വൈലുൻ ലിമൻ ഖറഅഹാ വലം യതഫക്കർ ഫീഹാ. ഇന്നലത്തെ രാത്രിയിൽ വിശുദ്ധ ഖുർആനിന്റെ മനോഹരമായ ചില ആയത്തുകൾ എനിക്ക് അല്ലാഹു ഇറക്കി തന്നു. സൂറത്ത് ആലി ഇംറാനിലെ 190 മുതൽ 90, 92, 93 ആയത്തുകളാണത്. ആ ആയത്തിനെ സംബന്ധിച്ച് അല്ലാഹു എന്നോട് പറഞ്ഞത്, ഈ ആയത്തിന്റെ ആശയം ആര് ചിന്തിക്കാതെ വെറുതെ ഓതുന്നുവോ എന്ന് പറഞ്ഞ അർത്ഥം മനസ്സിലാകുന്നവർ, ചിന്തിക്കാൻ കഴിയുന്നവർ, ഖുർആനിന്റെ ആശയം അറിയുന്നവരെ വെറുതെ എങ്ങാനും ഓതിപ്പോയാൽ അവർക്ക് ശിക്ഷയുണ്ട് എന്ന് എന്നോട് ജിബ്രീൽ തങ്ങൾ വന്ന് പറഞ്ഞു. ബിലാലെ, ഞാൻ ആ ആയത്തിനെ കുറിച്ച് ഓർക്കുകയാണ്. സൂറത്ത് ആലി ഇംറാനിലെ 190-ാമത്തെ ആയത്ത്, 91, 92, 93 ഈ ആയത്തുകളൊക്കെ എത്തുമ്പോഴേ ഒന്ന് നിർത്തുക. അല്ല, ഖുർആന്റെ തഫ്സീർ ഫതഹുർ റഹ്മാൻ കെ.വി. ഉസ്താദിന്റെ കുട്ടനാട് ഉസ്താദ് എഴുതിയത്, കെ.വി. മുഹമ്മദ് മുസ്ലിയാർ എഴുതിയ, വളരെ എല്ലാവർക്കും മനസ്സിലാവുന്ന ഡോക്ടർ ബഹാവുദ്ദീൻ നദവി ഉസ്താദ് വിശദീകരണം ചെയ്ത മനോഹരമായ ഫതഹുർ റഹ്മാൻ മലയാള തഫ്സീർ ഉണ്ട്. വാങ്ങിക്കാൻ പറ്റില്ലെങ്കിൽ ദാറുൽ ഹുദയുടെ അടുത്ത് നമ്മുടെ ബുക്ക് പ്ലസിൽ കാണും, അല്ലെങ്കിൽ പലയിടത്തും കിട്ടും. ഒരു ഉദാഹരണം പറഞ്ഞതാണ്. തഫ്സീർ ഒന്ന് എടുത്തു നോക്കുക, എന്താണ് ആ പറയുന്നത്.
വെറുതെ ഓതിപ്പോവരുതേ, ഒന്ന് നിൽക്കണേ, ചിന്തിക്കണേ. എന്താണ് ആയത്തെന്നറിയോ? ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഇന്ന ഫീ ഖൽഖിസ് സമാവാതി വൽ അർളി വഖ്തിലാഫിൽ ലൈലി വന്നഹാർ വഖ്തിലാഫിൽ ലൈലി വന്നഹാരി ലആയാതിൻ ലിഉലിൽ അൽബാബ് الذين يذكرون الله قياما وقعودا وعلى جنوبهم ويتفكرون في خلق السماوات والأرض ربنا ما خلقت هذا باطلا فقنا عذاب النار ربنا إنك من تدخل النار فقد أخزيته وما للظالمين من أنصار. സൂറത്ത് ആൽ ഇംറാനിന്റെ അവസാന ഭാഗങ്ങളാണ് ഇത്. വെറുതെ ഓതാൻ പാടില്ല. ആയിഷ ബീവി റളിയല്ലാഹു അൻഹയുടെ ജീവിതത്തിൽ ഹബീബിന്റെ കൂടെ കഴിഞ്ഞ അവസരങ്ങളിൽ ഒരിക്കലും മറക്കാൻ കഴിയാത്ത അനുഭവമാണ് ഈ പറയുന്നത്. ഇന്ന ഫീ ഖൽഖിസ് സമാവാതി വൽ അർള്, തീർച്ചയായും ഭൂമിയെ സൃഷ്ടിച്ചതിലും ആകാശ ലോകങ്ങളിലെ ഗോളങ്ങളെ മുഴുവൻ പടച്ചതിൽ സൂര്യൻ, ചന്ദ്രൻ, നക്ഷത്രങ്ങൾ, സാറ്റേൺ, നെപ്റ്റ്യൂൺ, പ്ലൂട്ടോ, യുറാനസ്, ജൂപ്പിറ്റർ, മാർസ്, ഏതെല്ലാം ഗ്രഹങ്ങളുണ്ടോ, സൂര്യനുണ്ടോ, പ്രോക്സിമ സെഞ്ചുറി ഉണ്ട്, ദൂരങ്ങളിൽ അകലങ്ങളിൽ ദശലക്ഷക്കണക്കിന് പ്രകാശവർഷങ്ങൾ അപ്പുറം കിടക്കുന്ന നക്ഷത്രങ്ങളുണ്ട്. ഈ ഗാലക്സികളെ കുറിച്ചും നക്ഷത്രങ്ങളെ കുറിച്ചും മീറ്റിയേഴ്സിനെ കുറിച്ചും താരസമൂഹങ്ങളെ കുറിച്ചും നെബുലകളെ കുറിച്ചും ബ്ലാക്ക് ഹോളുകളെ കുറിച്ചും ഒക്കെ നിങ്ങൾ പഠിക്കണമേ. ഇതിൽ പാഠങ്ങളുണ്ട്. ആകാശ ലോകങ്ങളുടെ സൃഷ്ടിപ്പിൽ നിങ്ങൾക്ക് പാഠമുണ്ട്. ഇന്ന ഫീ ഖൽഖിസ് സമാവാതി വൽ അർളി വഖ്തിലാഫിൽ ലൈലി വന്നഹാർ, രാവും പകലും ഇങ്ങനെ മാറി മാറി വരുന്നതിലും ലആയാതിൻ ലിഉലിൽ അൽബാബ്, ബുദ്ധിയുള്ള ആളുകൾക്ക് പാഠങ്ങളുണ്ട്. എങ്ങനെയാണ് അല്ലാഹുവിനെ അവർക്ക് നിഷേധിക്കാൻ കഴിയുക? എങ്ങനെയാണ് പ്രപഞ്ചത്തിനൊരു സൃഷ്ടാവില്ല എന്ന് എങ്ങനെ പറയാൻ കഴിയും? ആരാണ് ഈ മാവുണ്ടാക്കിയത്? ആരാണ് തെങ്ങുണ്ടാക്കിയത്? ആരാണ് ചെടികളെ മുളപ്പിച്ചത്? നിങ്ങൾക്ക് വലിച്ചു നീട്ടിയാൽ ഉണ്ടാകും അത്. ഒരു വിത്തിനെ മുളപ്പിക്കുന്നവൻ ആരാണ്? ഒരു വിത്ത് മുളപ്പിക്കുന്നവൻ ആരാണ്? ഖുർആൻ ചോദിച്ച ചോദ്യമല്ലേ അത്. ഹബൂബ്, ഗ്രെയിൻസ്, ഇത് എങ്ങനെ ഉണ്ടാവുന്നു? ഭൂമിയിലെ മണ്ണെങ്ങനെ ഉണ്ടായി? പാറപ്പൊടികൾ എങ്ങനെ ഉണ്ടായി? ഇരുമ്പ് എങ്ങനെ ഉണ്ടായി? നമ്മൾ എലമെന്റ്സുകളെ കുറിച്ച് പഠിക്കുന്നുണ്ട് സയൻസിൽ, മൂലകങ്ങളെ കുറിച്ച്. ഇതൊക്കെ ഭൂമിയിൽ പടച്ചവൻ ഉണ്ടാക്കിയതല്ലേ? ഇതിന്റെയൊക്കെ ക്യാരക്ടറിസ്റ്റിക്സ് എത്ര മനോഹരമാണ്. കെമിക്കൽ റിയാക്ഷൻ നടന്ന് ലാബിൽ പരിശോധിക്കുന്നില്ലേ? നിറം മാറുന്നു, സ്മെല്ല് മാറുന്നു, സ്മോക്കായിട്ട് മാറുന്നു, പോയിസണസ് ആയിട്ട് മാറുന്നു. ആരാണ് ഇതൊക്കെ ചെയ്തത്? നിങ്ങൾ ഓർക്കണേ, നിങ്ങൾ പഠിക്കണേ. അതിലൊക്കെ ബുദ്ധിമാനികൾക്ക് പാഠമുണ്ട് എന്ന് അല്ലാഹു പറഞ്ഞ ആയത്ത് ഓതുമ്പോ ചിന്തിക്കാതെ പോകരുത്. കണ്ണു തുറക്കണം. രാവും പകലും മാറി മാറി വരണം. ഇനി ഇതാ ഒരു 6 മണി 7 മണി ആകുന്നതിന് മുമ്പ് പ്രകാശം വരികയാണ്, സൂര്യൻ ഉദിക്കുകയാണ്. അത് ഉദിക്കണമെങ്കിൽ ഭൂമി സ്വയം കറങ്ങണം. ആരാണ് ഇതിനെ കറക്കിയത്? നമ്മൾക്ക് ഒരു സാധനം കറക്കിയ പിന്നെ കറങ്ങിയേറിയ അവസാനം നിൽക്കും. ഭൂമി എത്ര കാലമായി കറങ്ങാൻ തുടങ്ങുന്നു? അതിന്റെ ഏത് പെട്രോൾ പമ്പ് എന്നായി ഇതിന് എണ്ണ അടിക്കണത്? ഇബ്രാഹിംഖാന്റെ പമ്പ് ഇവിടെ ഉണ്ട് അല്ലേ? ഭൂമിക്കാരായി എണ്ണ അടിച്ചു കൊടുക്കണത് ഏത് പമ്പെന്നാണ് എണ്ണ അടിക്കണത്? ഏത് പമ്പിൽ നിന്നാണ് ഭൂമിക്ക് എണ്ണ അടിക്കുന്നത്? എവിടെ നിന്നാണ് ഈ ഫ്യൂൽ കിട്ടുന്നത്? നമ്മൾ ചിന്തിച്ചിട്ടുണ്ടോ? എന്നെങ്കിലും സ്പീഡ് കുറഞ്ഞോ ഭൂമിയുടെ? എന്നെങ്കിലും ഓവർ സ്പീഡിൽ ഓടുന്നുണ്ടോ? ആരാണ് ഇതിന് യുക്തിവാദി? നീ മറുപടി പറയും. ആരുണ്ടാക്കിയതാ ഇത്? സയന്റിസ്റ്റോ? സയന്റിസ്റ്റ് ജനിക്കണ മുമ്പ് ഭൂമിയില്ലേ? ആരുണ്ടാക്കിയത്? നീയാണോ? അല്ല. ഞാനാണോ? അല്ല. പിന്നാരാ? വേറെ ഒരാളെയാണ് പ്രവാചകന്മാർ മുഴുവനും പഠിപ്പിച്ചത്. He is the God known as Allah in Islamic tradition. ഇത് നിഷേധിക്കരുത്. ആരാണ് ബുദ്ധിമാനി എന്നറിയോ? അല്ലദീന യദ്കുറൂന അല്ലാഹ ഖിയാമൻ വഖുഊദൻ വഅലാ ജുനൂബിഹിം വയതഫക്കറൂന ഫീ ഖൽഖിസ് സമാവാതി വൽ അർള്. മതവും ഭൗതികവും പഠിക്കണമെന്ന് പഠിപ്പിക്കുന്ന ആയത്താണിത്. സമന്വയ വിദ്യാഭ്യാസം എന്നൊക്കെ പറയുമ്പോഴേ സാധ്യമാകുന്നവർ അത് പഠിക്കണം. പറ്റാത്തവർക്ക് എന്ത് അത് ഒരു മഴദൂര്യങ്ങളാണ്. അവരൊരിക്കലും നമ്മൾ കുറ്റം പറയരുത്.
പക്ഷേ സാധിക്കുന്നവർ പഠിക്കണം. സമന്വയ വിദ്യാഭ്യാസം വേണമെന്നതിന്റെ തെളിവ് സൂറത്ത് ആൽ ഇംറാൻ 190 191 ആയത്തുകൾ എന്താണ് പറയുന്നത്? അല്ലദീന യദ്കുറൂനല്ലാഹ്, അല്ലാഹുവിനെ ഓർക്കുന്നവരാണ് ബുദ്ധിമാനികൾ. ഖിയാമൻ, നിൽക്കുമ്പോഴും നടക്കുമ്പോഴും ഒക്കെ, ഓടുമ്പോഴും ഒക്കെ, വഖുഊദൻ, ഇരിക്കുമ്പോഴും, വഅലാ ജുനൂബിഹിം, കിടക്കുമ്പോഴും, ബിസ്മിക റബ്ബി വളഅതു ജംബി, കിടക്കുമ്പോൾ ദിക്ർ ചൊല്ലണം, എഴുന്നേൽക്കുമ്പോൾ ദിക്ർ ചൊല്ലണം. അൽഹംദുലില്ലാഹില്ലദീ അഹ്യാനാ ബഅദമാ മാതനാ വഇലൈഹിൻ നുശൂർ. ഇരിക്കുമ്പോൾ, ഭക്ഷണം കഴിക്കുമ്പോ, എഴുന്നേൽക്കുമ്പോ, യാത്ര തിരിക്കുമ്പോ, വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോ, വാഹനത്തിൽ നിന്ന് ഇറങ്ങുമ്പോ, വീട്ടിലേക്ക് കയറി വരുമ്പോ, എപ്പോഴാ ദിക്റില്ലാത്തത്? എപ്പോഴാ ദിക്റില്ലാത്തത്? പള്ളിയിൽ കയറുമ്പോ, ബാത്റൂമിൽ കയറുമ്പോ പോലും അങ്ങനെയാണ്. കാന യുഅല്ലിമുനാ ഹത്തൽ ഖറാഅ, ടോയ്ലറ്റ് മാനേഴ്സ് എന്താണെന്ന് പോലും ഞങ്ങൾ പഠിപ്പിച്ചെന്നു. യുക്തിവാദി അത് മാത്രമാണ് കണ്ടത്, അതുപോലും എന്നാണ് വിഷയം. അത് മാത്രം അവിടെ കൂടിയിരിക്കുക. എന്നിട്ട് പറയാം ബാത്റൂം കയറിന് ഇറങ്ങുന്നത് നിന്ന് കുടിക്കുന്നത് മാത്രമേ ഉള്ളൂ നിങ്ങൾക്ക്. പൊന്നു സഹോദരൻ, നീ പഠിക്കുക, എന്നിട്ട് പറയേ, എന്തെങ്കിലും പറയല്ല. പുണ്യ റസൂലിന്റെ ഹദീസ് എത്ര അവർ ബാത്റൂം കയറുന്നത് ഇറങ്ങുന്നത് മാത്രമേ നീ കണ്ടിട്ടുള്ളൂ. എത്ര ഹദീസ്, ഒന്ന് സ്വഹീഹുൽ ബുഖാരിയോ റിയാദ് സ്വാലിഹീനോ, ഇതിനൊക്കെ പരിഭാഷ ഇംഗ്ലീഷിലും മലയാളത്തിലൊക്കെ അല്ലേ യുക്തിവാദി, ഇന്ന് വായിച്ചു നോക്കി. എന്നിട്ട് ഈ റസൂൽ ആരാണെന്ന് പഠിക്കുക. വെറുതെ ആരാരും എഴുതി വെച്ച ഈ വാറോലിയും വായിച്ചിട്ട് ഇങ്ങനെ സമയം കളയണ്ട. ലൈഫ് ഒന്നേ ഉള്ളൂ കേട്ടോ. ഇങ്ങനെ കൊച്ചപ്പാടുണ്ടാക്കിയിട്ടും മരിക്കാം, സത്യം മനസ്സിലാക്കിയിട്ടും മരിക്കാം. ഇറ്റ്സ് അപ് ടു യു. പിന്നെ സ്വാതന്ത്ര്യം, എനിക്ക് എൻ്റെ ഇഷ്ടം, ഓക്കെ. പക്ഷേ ഒരു മതവിഭാഗത്തെ, ഒരു പ്രവാചകരെ, ഒരു ദീനിന്റെ നേതാവിനെ, ഒരു മഹാപുണ്യപുരുഷനെ ചളിവാരി തേക്കുമ്പോഴേ ഒന്ന് സ്വയം വിചിന്തനം ചെയ്യുന്നത് നല്ലതാണ്. കാരണം 1.6 ബില്യൺ ആളുകൾ 1.6 ബില്യൺ ആളുകൾ ലോകത്ത് നെഞ്ചിലേറ്റുന്ന പുണ്യനബിയാണ് മുഹമ്മദ് റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് നിങ്ങൾ ഒരാളിങ്ങനെ കുറ്റം പറഞ്ഞുകൊണ്ടൊന്നും ആ പുണ്യ റസൂലിന്റെ മഹത്വം ഇടിച്ചു താഴ്ത്താനൊന്നും നിങ്ങളെ കൊണ്ട് കഴിയില്ല. അതുകൊണ്ട് ഒന്ന് പഠിച്ചിട്ട് നീ വാ. അങ്ങനെയൊക്കെ കുറ്റം പറഞ്ഞ ഒരുപാട് ആളുകൾ അവസാനം ആ നബിയെ തിരിച്ചറിഞ്ഞു സല്ലല്ലാഹു അലൈഹി വസല്ലം. എംബ്രേസ്ഡ് ഹിം, ആ നബിയെ കെട്ടിപ്പിടിക്കുകയാണ്, ആശ്ലേഷിക്കുകയാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അതാണ് പുണ്യ നബി. അല്ലദീന യദ്കുറൂനല്ലാഹ്, അല്ലാഹുവിനെ ഓർക്കുകയും പിന്നെ വയതഫക്കറൂന ഫീ ഖൽഖിസ് സമാവാതി വൽ അർള്, എന്നിട്ട് പ്രപഞ്ചത്തിന്റെ സൃഷ്ടിപ്പിനെ കുറിച്ച് ചിന്തിക്കണം. സയൻസ് എന്ന് പറയുന്നത് സൃഷ്ടിപ്പിനെ കുറിച്ചുള്ള പഠനം. സയൻസിൽ ലാബിൽ നമ്മൾ പരിശോധിക്കുന്നത് അല്ലാഹുവിന്റെ സൃഷ്ടികളാണ്. കെമിക്കൽസ് ആവട്ടെ, പ്ലാന്റുകളാവട്ടെ, പിന്നെ അനിമൽ ബോഡി ആവട്ടെ, എന്ത് കെമിക്കൽ ആവട്ടെ, എന്ത് എലമെന്റ് ആവട്ടെ, നമ്മൾ പരിശോധിക്കുന്നതൊക്കെ എവിടെ നിന്ന് കൊണ്ടുവന്നതാ? ആകാശത്ത് നിന്ന് കൊണ്ടുവന്നതാണോ? അല്ല. ഭൂമിയിൽ നിന്ന് കിട്ടിയതാ. നീ കൊണ്ടുവന്നതാണോ ഉമ്മയുടെ ഗർഭാശയത്തിൽ നിന്ന്? അല്ല. ഇറ്റ് ഈസ് ദേർ ഈവൻ ബിഫോർ യു കെയിം. അതുകൊണ്ട് ഇതൊക്കെ പടച്ചവന്റെ സൃഷ്ടിയാണ്. നീ അതിനെ പരിശോധിക്കുക മാത്രമേ ചെയ്യുന്നുള്ളൂ. ഇതിങ്ങനെയാണല്ലേ, ഇങ്ങനെയാണല്ലേ ഇത് ഡിവൈഡ് ആവുന്നത്, ഇങ്ങനെയാണല്ലേ ഇതിന്റെ റിയാക്ഷൻ നടക്കുന്നത്. നീ പഠിക്കുകയാണ്. മെഡിസിൻ പഠിക്കുമ്പോഴേ അള്ളാഹുവിന്റെ സൃഷ്ടിപ്പിന്റെ മഹാത്ഭുതമാണ് നിങ്ങൾ പഠിക്കുന്നത്. എന്നിട്ട് അള്ളാഹുവിനെ ഓർക്കുകയും ചിന്തിക്കുകയും ചെയ്യുന്നവർ, അവരാണ് ബുദ്ധിമാനികൾ. ബുദ്ധിമാനികളാവണമെന്നല്ലേ ആഗ്രഹം? അള്ളാഹു അങ്ങനെ ആക്കി തരട്ടെ. നമ്മുടെ ജീവിതത്തിന് അർത്ഥം അള്ളാഹു ഉണ്ടാക്കി തരട്ടെ. അതുകൊണ്ട് മക്കളെ പഠിക്കണം, നന്നായി പഠിക്കണം. നിങ്ങൾ നല്ല സയന്റിസ്റ്റുകളും റിസർച്ചേഴ്സുമായിട്ട് വരണം. വെറും ജോലിക്ക് വേണ്ടിയുള്ള പഠനമാവരുത്. പഠനം ഫോർ ദ സേക്ക് ഓഫ് നോളജ്, അറിവുണ്ടാവാൻ വേണ്ടി തന്നെ പഠിക്കണം. ജോലി കിട്ടാൻ വേണ്ടിയല്ല പഠനം. ഇന്ന് നോളജ് ഫോർ ദ സേക്ക് ഓഫ് ജോബ് അങ്ങനെയായിട്ട് മാറിയിട്ടുണ്ട്. അങ്ങനെ ആവരുത്. പണി വേണം, ജോലി വേണം, അല്ലാണ്ട് ജീവിക്കാൻ പറ്റിയില്ല. പക്ഷേ അതാവരുത് ലക്ഷ്യം അതിനും അപ്പുറത്തേക്കാവണം. ആയിഷ ബീവി റളിയല്ലാഹു അൻഹ ഹബീബിന്റെ കരച്ചിലിനെ കുറിച്ച് പറഞ്ഞതാണ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. സന്തോഷം കൊണ്ട് കരഞ്ഞ ഒരു മഹാനുണ്ട്, നബിയുടെ സ്വഹാബിയായ ഉബയ്യ് ഇബ്നു കഅബ് റളിയല്ലാഹു അൻഹു. ആ സന്തോഷം അത് വല്ലാത്ത സന്തോഷമാണ്. ആര് വിളിച്ചു പറഞ്ഞു? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഉബയ്യ് ഇബ്നു കഅബ് റളിയല്ലാഹു അൻഹുവിനെ വിളിക്കുകയാണ്. ആരാണ് ഈ സ്വഹാബി എന്നറിയുമോ? സയ്യിദുൽ ഖുറാ. ഖുറാ എന്ന് പറഞ്ഞാൽ ശരിക്കും ഖുർആൻ പണ്ഡിതന്മാർ എന്നാണ് അതിന് ഉദ്ദേശിക്കപ്പെടാറുള്ളത്. ഖുർആൻ പണ്ഡിതന്മാർ, ഹാഫിദീങ്ങൾ എന്നല്ല. സയ്യിദുൽ ഖുറാ, വിശുദ്ധ ഖുർആനിന്റെ പണ്ഡിതന്മാരുടെ നേതാവാണ് ഉബയ്യ് ഇബ്നു കഅബ് റളിയല്ലാഹു അൻഹു. ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ ഭരണകാലം, മഹാനവറുകൾ ഖലീഫയായി നിൽക്കുമ്പോ, ഖലീഫയായി ഉമ്മത്തിന് സേവനം ചെയ്യുമ്പോ ഇറാഖിൽ നിന്നൊരു മനുഷ്യൻ കടന്നു വന്ന ചരിത്രമുണ്ട്. ഇറാഖിൽ നിന്നൊരാൾ വന്നു. അപ്പോ ഉമർ തങ്ങളുടെ അടുത്ത് താടിയും തലയും വെളുവെളുത്ത ഒരു മനുഷ്യൻ ഇരിക്കുന്നുണ്ട്.
അപ്പൊ ഇറാഖിലെ ആള് ചോദിച്ചു, അല്ല അമീറുൽ മുഅ്മിനീൻ, ആരായത്? നല്ല വെളുത്ത ഒരു മനുഷ്യൻ, താടിയും തലയും ഒക്കെ വെളുത്തിരിക്കുകയാണ്, ഇതാരാണിത്? ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, സകിലത്ക ഉമ്മുക അമാ തഅരിഫുഹു. ഏ മനുഷ്യ, എന്ത് കഥ, നിങ്ങൾക്ക് ഈ മഹാൻ അറിയില്ലേ? ഹാദാ സയ്യിദുൽ മുസ്ലിമീന ഉബയ്യ് ഇബ്നു കഅബ്. ഇത് മുസ്ലിമീങ്ങളുടെ നേതാവ് ഉബയ്യ് ഇബ്നു കഅബാണ് റളിയല്ലാഹു അൻഹു. അല്ലാഹുവിന്റെ റസൂൽ നെഞ്ചത്ത് കൈവച്ചുകൊണ്ട് പ്രാർത്ഥിച്ചു കൊടുത്തു, ലിയഹ്നികൽ ഇൽമു യാ അബൽ മുൻദിർ. അബുൽ മുൻദിറെ, അല്ലാഹു നിങ്ങൾക്ക് ഇൽമു വാരിക്കോരി തരട്ടെ എന്ന് നബി തങ്ങൾ ദുആ ചെയ്തു കൊടുത്ത സ്വഹാബി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുമ്പിൽ കരഞ്ഞ ഒരു നേരം കൊണ്ട്, അത് സന്തോഷത്തിന്റെ കരച്ചിലാണ്, സന്തോഷത്തിന്റെ കരച്ചിൽ. അനസ് റളിയല്ലാഹു അൻഹു പറയുന്നു, ഒരു മനുഷ്യൻ സന്തോഷിക്കുമ്പോൾ കരയുന്നത് ഞാൻ കണ്ടിരുന്നില്ല. ആ കരച്ചിൽ ഹത്താ റഅയ്തുൽ അൻസാറ യൗമ ഖദിമ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അൽ മദീന യതബാകഊൻ. അൻസ്വാരികൾ കരയുന്നത് ഞാൻ കണ്ടു. എപ്പോ? പുണ്യ നബി മദീനയിലേക്ക് കയറി വരുമ്പോ അൻസ്വാരികൾ കരഞ്ഞുകൊണ്ട് സ്വീകരിച്ചത് കണ്ടപ്പോഴാണ് സന്തോഷം കൊണ്ട് കരയുന്നത് ഞാൻ ആദ്യമായി കാണുന്നത് എന്ന് അനസ് റളിയല്ലാഹു അൻഹു അന്ന് 10 വയസ്സ് പ്രായമാണ്. ആ കുട്ടി പറയുന്നു, ഞാൻ മനുഷ്യന്മാര് അങ്ങനെ സന്തോഷം കൊണ്ട് കരയോ? കരയും, സന്തോഷം കൊണ്ട് കരയൂലേ? കരയാറുണ്ടല്ലോ അല്ലെ, നമ്മളൊക്കെ കാണാറില്ലേ ചിലപ്പോ? അല്ല അവാർഡൊക്കെ കിട്ടുമ്പോൾ ഭയങ്കരമായിട്ട് ചിലർ കരയും, സന്തോഷം കൊണ്ട് കരയും. ഇതൊന്നും പ്രതീക്ഷിച്ചിരുന്നില്ല, ആ ഒരു രീതിയിലാണത് പറയാൻ. ഇതൊന്നും ഒരിക്കലും ഞാൻ എക്സ്പെക്ട് ചെയ്തില്ല, പക്ഷേ ദിസ് ഈസ് ടോട്ടലി അൺഎക്സ്പെക്റ്റഡ്. അതുകൊണ്ട് അവർ കരയും സന്തോഷം കൊണ്ട്. മദീനയിലേക്ക് നബി തങ്ങൾ കടന്നു വരുമ്പോൾ അൻസ്വാരികൾ ഹബീബിനെ സ്വീകരിച്ചത് സന്തോഷത്തോടുകൂടെയാണ്. ആ സന്തോഷത്തിൽ അവർ പാട്ടുപാടിയിട്ടുണ്ട്. കുട്ടികൾ പാടിയല്ലോ അല്ലേ? തൊലഅൽ ബദ്ർ പാടിയെന്നല്ലേ? ആരാ പാടിയത് മക്കളെ? ആരായിരുന്നു? 2 കുട്ടികള്, മോനും 2 കുട്ടികള്. മാഷാ അല്ലാ. ഒന്നുകൂടി പാടില്ല നമ്മളെല്ലാവർക്കും? ഹബീബിനെ സ്വീകരിക്കുകയാണ്. നിങ്ങൾക്കൊരു ഉന്മേഷം കൂടെ കിട്ടാൻ വേണ്ടി. തൊലഅൽ ബദ്ർ അറിയില്ലേ? അല്ലെങ്കിൽ പഠിച്ചു വെക്കണം. നല്ലൊരു രസകരമായ പാട്ടല്ലേ, ബൈത്തല്ലേ അത്. നമുക്ക് എല്ലാവർക്കും ഒന്ന് പാടില്ലേ? പുണ്യ നബി ഇങ്ങനെ കടന്നു വരുന്നത് മനസ്സിൽ ഇങ്ങനെ സങ്കല്പിക്കുക. നമ്മുടെ നാട്ടിലേക്ക് കടന്നു വരികയാണ് അള്ളാഹുവിൻ്റെ റസൂൽ. ആ ഒരു ദിവ്യ പ്രഭയുള്ള പുണ്യ നബി ഖസ്വ എന്ന ഒട്ടകത്തിൻ്റെ മുകളിൽ സിദ്ദീഖ് തങ്ങളുടെ കൂടെ മദീനയിലേക്ക് ഇങ്ങനെ കടന്നു വരികയാണ്. അപ്പം മദീനക്കാർ 3 ദിവസം വെയിറ്റ് ചെയ്തിട്ടുണ്ട് വെയിലത്ത്. കാണുന്നില്ല, വന്നില്ല, തിരിച്ചുപോയി. പിറ്റേന്നും വന്നു, കാണില്ല. പിറ്റേന്നും വന്നു. അന്നാണ് പുണ്യ നബി കടന്നു വരുന്നത്. എല്ലാവരും ഒരേ സ്വരത്തിലൊരു പാട്ടുപാടി. ആ പാട്ടുപാടാൻ നബി തങ്ങൾ അവരോട് പറഞ്ഞതൊന്നല്ല. ഇത് നബി പറഞ്ഞിട്ടുണ്ടോ, നബി ചെയ്തോ എന്ന് നബി തങ്ങൾ പറഞ്ഞു കൊടുത്തതല്ല. അവരായിട്ട് നബി തങ്ങളെ പുകഴ്ത്തി പാടിയതാണ്. എന്ത് മനോഹരമാണല്ലേ അത്. തനിയാത്തുൽ വിദാഇൽ നിന്ന് പൂർണ്ണ ചന്ദ്രനിതാ ഉദിച്ചുയർന്ന് വരുന്നു. നബിയെ പറ്റി പറഞ്ഞ തനിയത്തുൽ വദാ, മദീനയുടെ കവാടമാണ്. ആ സ്ഥലത്തിന്റെ പേരാണ് തനിയത്തുൽ വദാ. طلع البدر علينا من ثنيات الوداع وجب الشكر علينا ما دعا لله داعي أيها المبعوث فينا جئت بالأمر المطاع جئت شرفت المدينة مرحبا يا خير داعي. ഒരുമിച്ച് ചൊല്ലല്ലേ? طلع البدر علينا من ثنيات الوداع وجب الشكر علينا ما دعا لله داعي أيها المبعوث فينا جئت بالأمر المطاع جئت شرفت المدينة مرحبا يا خير داعي. Oh messenger of Allah, welcome to Medina, your city. നബിയെ, ഇത് നിങ്ങളുടെ നഗരമാണ്. അങ്ങയുടെ നഗരത്തിലേക്ക് അങ്ങേക്ക് സ്വാഗതം നബിയെ.
മദീനക്കാർ ഹബീബിനെ പാട്ടുപാടി സ്വീകരിച്ചപ്പോൾ അവരുടെ കണ്ണുകളിൽ കണ്ണുനീരുണ്ടായിരുന്നു. അപ്പോഴാണ് സന്തോഷം കൊണ്ട് കരയും എന്നെനിക്ക് ബോധ്യപ്പെട്ടതെന്ന് അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു. സന്തോഷം കൊണ്ട് കരയാ. ഉബയ്യ് തങ്ങളുടെ വിഷയത്തിലേക്ക് വരാം. ഉബയ്യ് ഇബ്നു കഅബ് തങ്ങളെ അല്ലാഹുവിന്റെ റസൂൽ വിളിക്കുകയാണ്. ഉബയ്യ് ഇബ്നു കഅബേ, നിങ്ങൾ ഇങ്ങോട്ട് വരിൻ. ഇന്നല്ലാഹ അമറനി അൻ അഖറ അലൈക സൂറത്തുൽ ബയ്യിന. ഉബയ്യ് ഇബ്നു കഅബേ, ഒരു ഗുഡ് ന്യൂസ്, ഒരു സന്തോഷമുണ്ട്. എന്താ നബിയേ? അങ്ങേക്ക് എന്നോട് സൂറത്തുൽ ബയ്യിന, അൽ ബയ്യിന എന്ന സൂറത്ത് നിങ്ങൾക്ക് ഓതിത്തരാൻ അല്ലാഹു എന്നോട് പറഞ്ഞു. നിങ്ങൾ ഇരിക്കുന്നു ഉബയ്യ് ഇബ്നു കഅബേ, ഞാൻ നിങ്ങൾക്ക് ഓതിത്തരുകയാണ്. ലം യകുനിൽ ലദീന കഫറൂ മിൻ അഹ്ലിൽ കിതാബി വൽ മുശ്രികീന മുൻഫക്കീന ഹത്താ തഅതിയഹുമുൽ ബയ്യിന. ഈ സൂറത്ത് ഉബയ്യ് ഇബ്നു കഅബേ, അല്ലാഹു എന്നോട് പറഞ്ഞു, നബിയേ, ഖുർആൻ പണ്ഡിതന്മാരുടെ നേതാവ്, ആ വെളുത്ത സുന്ദരനായ ഉബയ്യ് ഇബ്നു കഅബിനെ നബിയേ, അങ്ങ് ആർക്ക് വേണ്ടിയാണോ ഇൽമു കൊടുക്കണമെന്ന് അങ്ങ് നെഞ്ചിൽ തൊട്ടുകൊണ്ട് പ്രാർത്ഥിച്ചു കൊടുത്തത്, ആ മഹാന് വേണ്ടി ദുആ ചെയ്തു കൊടുക്കണമേ, ആ മഹാന് വേണ്ടി ഓതി കൊടുക്കണമേ. ഉബയ്യ് ഇബ്നു കഅബേ ഇരിക്കിൻ. ഉബയ്യ് ഇബ്നു കഅബ് റളിയല്ലാഹു അൻഹു, എന്താണ് ഈ കേൾക്കുന്നത്? അല്ലാഹുവിന്റെ റസൂലിനോട് അല്ലാഹ് പറയാണ്, ഉബയ്യ് ഇബ്നു കഅബിനെ നിങ്ങൾ ഓതി കൊടുക്കണം. ഹാഫിളീങ്ങളുടെ മഹത്വം എത്രയാ! ഒരുപാട് ഹാഫിളീങ്ങൾ ഇവിടെ നിന്ന് സർട്ടിഫിക്കറ്റ് വാങ്ങിയില്ലേ? അവരൊക്കെ ഈ ഉമ്മത്തിന്റെ വെളിച്ചങ്ങളാണ്. മാഷാ അല്ലാഹ്. അവരുടെയൊക്കെ എത്ര സമയം, അവരൊക്കെ ഒരു ഹാഫിളാവാൻ ഓതിയ അത്ര ജീവിതത്തിൽ നമ്മൾ ഓതിയിട്ടുണ്ടാവില്ല ചിലപ്പോൾ. അവരെത്ര ഓതും, ഓരോ ഹർഫിനും 10 കൂലിയാണ്. എത്ര തവണ ആവർത്തിച്ച് ഓതണം ഒരു സൂറത്ത് മനപ്പാടാക്കണമെങ്കിൽ? എത്ര ഓതിക്കാണും അവര്. അവരുടെ ഉമ്മവാപ്പമാരുടെ ഒരു സൗഭാഗ്യമേ, ഈ നാടിന്റെ ഒരു മഹത്വമേ, ഹാഫിളീങ്ങളെ നമുക്ക് സമ്മാനിക്കാൻ കഴിഞ്ഞത്. അല്ലാഹു അവർക്കത് നിലനിർത്തി കൊണ്ടുപോകാനും ദൗറകൾ ചെയ്ത് അതുമായി അമല് ചെയ്ത് ഖുർആനിന്റെ ഖാദിമീങ്ങളായി ജീവിക്കാൻ അല്ലാഹു നമ്മുടെ മക്കൾക്ക്, മുതഅല്ലിമീങ്ങൾക്ക് അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ആമീൻ. അതിന് സഹായിച്ച നിങ്ങൾ എല്ലാവരെയും അല്ലാഹു സഹായിക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ഉബയ്യ് ഇബ്നു കഅബ് തങ്ങൾ നബിയോട് ഒരു ചോദ്യം ചോദിക്കുകയാണ്. യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ റസൂലേ, അസമ്മാനി റബ്ബി, എന്റെ പേര് അല്ലാഹ് പറഞ്ഞോ നബിയേ? എന്റെ പേര് പറഞ്ഞോ? ഉബയ്യ് ഇബ്നു കഅബിന് എന്ന് പറഞ്ഞോ നബിയേ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മറുപടി കൊടുക്കുന്നു, ഈ വല്ലദീ നഫ്സി ബിയദിഹി. ഈ എന്ന് പറഞ്ഞാൽ നഅം, അങ്ങനെയും പറയും. ഈ വല്ലദീ നഫ്സി ബിയദി, അല്ലാഹുവിനെ തന്നെയാണ് സത്യം. ഉബയ്യേ, നിങ്ങളുടെ പേര് പറഞ്ഞു അല്ലാഹു ഉബയ്യ് ഇബ്നു കഅബിന് ഓതി കൊടുക്കണമെന്ന്. ഫബകാ ഉബയ്യ്, അത് കേട്ടപ്പോൾ ഉബയ്യ് റളിയല്ലാഹു അൻഹു തേങ്ങി കരഞ്ഞു ഹബീബിന്റെ മുന്നിൽ. എന്താണ് ഈ കേൾക്കുന്നത്? അല്ലാഹു പറഞ്ഞു, യാ അല്ലാഹ്. പാണക്കാട് കൊടുമ്പോയി ബന്ധമുള്ള ആളുകളൊക്കെ ചെല്ലുമ്പോഴേ ചിലരൊക്കെ പറയടോ, തങ്ങൾ നിന്നെ പറ്റി ചോദിച്ചു. എന്നെ ചോദിച്ചോ? തങ്ങൾ ചോദിച്ചോ? മാഷാ അല്ലാഹ്.